അയോധ്യയിൽ നടക്കുന്ന ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള കോൺഗ്രസിൻ്റെ തീരുമാനം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഹൈന്ദവ വിശ്വാസികളോടുള്ള അവഹേളനമാണ്. ആരെ ഭയന്നുകൊണ്ടാണ് കോൺഗ്രസ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ളത് കോൺഗ്രസ്സുകാർ വ്യക്തമാക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. സമസ്തയെ ഭയന്നാണോ, മുസ്ലിം ലീഗിനെ ഭയന്നാണോ, ആരെ ഭയന്നുകൊണ്ടാണ് കോൺഗ്രസ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്? ഈ രാമൻ അവരുടെ കൂടെ അല്ല, BJPയുടെ കൂടെ അല്ല. റാം എന്ന് പറഞ്ഞ് ചുണ്ടനക്കത്തോടു കൂടി മരിച്ചു വീണ, ഗാന്ധി മരിച്ചു വീണ ബിർള മന്ദിരത്തിന്റെ ഇടവഴിയിലാണ് രാമൻ നിൽക്കുന്നത്. ഞങ്ങളുടെ രാമൻ അവിടെയാണ്. BJPയുടെ രാമൻ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട രാമനാണ്. രാമൻ ഇന്ത്യയിലെ എല്ലാവർക്കും മതവിശ്വാസമുള്ള എല്ലാവരുടെയും ഹിന്ദുമത വിശ്വാസികളുടെ ആരാധ്യ പുരുഷനാണ് രാമൻ. രാമനോടല്ലല്ലോ പ്രശ്നം, അയോധ്യയുടെ അല്ലല്ലോ പ്രശ്നം. പ്രശ്നം ഈ ക്ഷേത്രത്തെയും മതത്തെയും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന്റെ ശ്രമത്തോടാണ് ഞങ്ങൾക്ക് അവിയോജിപ്പുള്ളത്. അത് ഞങ്ങളുടെ നിലപാടാണ്, പൊളിറ്റിക്കലായിട്ടുള്ള നിലപാട്. ഞങ്ങൾ ആലോചിച്ചെടുക്കുള്ളൂ ഞങ്ങൾ പറഞ്ഞില്ലേ. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്കുള്ള ക്ഷണം നിരസിച്ചത് കോൺഗ്രസിന് ഗുണമോ ദോഷമോ? രാമനെ നിന്ദിക്കുകയാണ് കോൺഗ്രസ്, ഹിന്ദു വിരുദ്ധരെന്ന BJP പ്രചാരണം ചെറുക്കാൻ ഹിന്ദി ഹൃദയ ഭൂവിൽ കോൺഗ്രസിന് കഴിയുമോ? കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിക്കൊടുത്ത കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് സോണിയയും ഖാർഗെയും അധീർ രഞ്ജൻ ചൗധരിയും ക്ഷണം നിരസിച്ചത് സന്തോഷമുണ്ടാക്കുന്നതാണ്. എന്നാൽ ഈശ്വര നിന്ദയാകുമെന്ന NSSന്റെ നിലപാട് കോൺഗ്രസിന് ഓർക്കാപ്പുറത്തേറ്റ അടിയാവുകയാണ്. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോകാൻ തുടക്കത്തിൽ എതിർപ്പില്ലാതിരുന്ന കോൺഗ്രസിന് ഇന്ത്യ സഖ്യകക്ഷികളുടെ സമ്മർദ്ദവും തടസ്സമായോ? കോൺഗ്രസ് രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ മുതിർന്ന നേതാക്കൾക്കിടയിൽ നിന്ന് പോലും എതിർപ്പ് ശക്തമാകുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു, അയോധ്യയെ കൈവിടുന്ന കോൺഗ്രസിന് അടിതെറ്റുമോ? പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി, കോൺഗ്രസ് നേതാവ് ശ്രീ സേനാപതി വേണു, BJP വക്താവ് ശ്രീ PR ശിവശങ്കർ, LJD നേതാവ് ശ്രീ സലീം മടവൂർ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ സേനാപതി വേണു, ഹിന്ദി ഹൃദയ ഭൂവിൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഈ നിലപാട്, അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ സോണിയയും അധീർ രഞ്ജൻ ചൗധരിയും പങ്കെടുക്കുകയില്ല, ഖർഗെയും ഉണ്ടാവുകയില്ല, ഈ നിലപാട് തിരിച്ചടി ഉണ്ടാക്കുന്നതാവില്ലേ? മഞ്ജുഷേ, വളരെ ആലോചിച്ചുറച്ച്, അതായത് ഈ ക്ഷണം ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഇപ്പോൾ ദിവസങ്ങൾ തന്നെയായി. CPM ക്ഷണം കിട്ടി അന്ന് ക്ഷണം നിരസിച്ചു എന്നൊക്കെ നമ്മൾ വലിയ വാർത്തകൾ വന്നതാണ്. ഈ ക്ഷണം കിട്ടി ഏതാണ്ട് ആഴ്ചകളോളം കോൺഗ്രസ് ഇതിനെക്കുറിച്ച് വളരെ ഗഹനമായി ആഴത്തിൽ അതിനെ വിലയിരുത്തുകയും ആ വിലയിരുത്തലിന്റെ പരിണിത ഫലമായിട്ടാണ് കോൺഗ്രസ് 3 കാര്യങ്ങൾ പ്രസ്താവിച്ചുകൊണ്ടാണ് ഈ ക്ഷണം നിരസിച്ചിട്ടുള്ളത്. ഒന്ന്, ഇപ്പോൾ അയോധ്യയിലേക്ക് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം അതിന്റെ പൂർത്തീകരണത്തിൽ എത്തിയിട്ടില്ല. അത് പൂർത്തീകരിക്കാൻ ഇനി സമയമുണ്ട്. 2, ഈ നിർമ്മാണ പ്രക്രിയയുടെ ഉത്തരവാദിത്വവും അവകാശവും ഏറ്റെടുത്തുകൊണ്ട് BJP ഇതിനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായിട്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം അതാണ്. മൂന്നാമതായി, കോൺഗ്രസ് ഔദ്യോഗികമായി കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അത് ഒരു മതേതര പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് ഔദ്യോഗികമായി കോൺഗ്രസ് പാർട്ടി പോകുന്നില്ല. ഏതെങ്കിലും ആളുകൾക്ക് വ്യക്തിപരമായിട്ട് പോകാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി അവർക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയ, ശ്രീ ചെമ്പത്രായി ഒപ്പിട്ട് ഞങ്ങൾക്ക് നൽകിയ ക്ഷണപത്രത്തെ ഞങ്ങൾ നന്ദിപൂർവ്വം നിരസിക്കുന്നു എന്ന പ്രസ്താവനയിലാണ് കോൺഗ്രസിന്റെ കേന്ദ്ര കമ്മിറ്റി, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഞങ്ങൾ ഈ ക്ഷണം നിരസിച്ചിട്ടുള്ളത്. അത് രാഷ്ട്രീയപരമായി ഞങ്ങൾ എടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ്. ഇനി അങ്ങയുടെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ കാര്യത്തിൽ കോൺഗ്രസിന് ഹിന്ദി ഹൃദയ ബെൽറ്റിൽ നഷ്ടമുണ്ടാകുമോ, ലാഭമുണ്ടാകും? ഏതായാലും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇക്കാര്യത്തെക്കുറിച്ച് വളരെ സവിസ്തരം അല്ലെങ്കിൽ വളരെ ഗഹനമായി കൂലങ്കുഷമായി ഇതിനെ വിശകലനം ചെയ്തിട്ടുണ്ട്. ആ വിശകലനത്തിൽ
ഏതായാലും ഞങ്ങൾക്ക് ദോഷം ഉണ്ടാകുന്ന തീരുമാനത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുന്ന ഒരു തീരുമാനം, ആ തീരുമാനം ഇന്നതാണ് എന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കണ്ടെത്തുകയും ആ ദേശീയ നേതൃത്വം ആ തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ നമ്മൾ തന്നെ ഇന്നത്തെയും ഒക്കെ പത്രത്തിൽ കണ്ടു കോൺഗ്രസിന്റെ പല നേതാക്കളും നമ്മളൊരു ചർച്ചയിൽ പറയുമ്പോൾ ഞങ്ങളുടെ ഒരു ന്യായീകരണം എന്നതുകൊണ്ട് മാത്രമല്ലോ, നമുക്കൊരു അതിനെക്കുറിച്ച് ഒരു എന്താ പറയുക അക്കാദമിക് ഇൻട്രസ്റ്റ്. ഇപ്പൊ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിന്റെ ഒരു മന്ത്രി ശ്രീ വിക്രമാദിത്യ സിംഗ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഞാൻ ഈ ചടങ്ങിലേക്ക് പോകും എന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ അജയ് റായിയും അത് പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ AICCയുടെ ചുമതലയുള്ള അവിനാഷ് പാണ്ഡെയും പറഞ്ഞിരിക്കുന്നു ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്നുള്ളത് അവർ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിന്റെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ശ്രീ സുഖീന്ദർ സിംഗ് സുഖു അദ്ദേഹവും പറഞ്ഞിരിക്കുന്നു ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. അപ്പൊ കർണാടകത്തിലെ അപ്പോ പിന്നെ എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? AICCയുടെ ഈ നിലപാടിനൊപ്പം ആരാണുള്ളത്? കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിക്കൊടുത്ത കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുണ്ട്. അതിനപ്പുറം ആരാണ് AICC നിലപാടിനൊപ്പം നിൽക്കുന്നത്? താങ്കൾ കർണാടകത്തിലേക്കും വന്നിരുന്നു. കർണാടകത്തിൽ നിന്ന് പോലും കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത്. DK ശിവകുമാറും വന്നിരിക്കുന്നു. അപ്പൊ DK ശിവകുമാറും ഇന്നലെ തിരുവനന്തപുരത്ത് മിനിഞ്ഞാന്നാള് ശ്രീ ശശി തരൂർ പങ്കെടുത്ത ഒരു ചടങ്ങിൽ പങ്കെടുത്ത് ശ്രീ എൻ രാമചന്ദ്രന്റെ നാമധേയത്തിലുള്ള അവാർഡ് വിതരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹവും പറഞ്ഞു ഇതിൽ പങ്കെടുക്കുന്നതിന് എന്താണ് കുഴപ്പം എന്നുള്ളതാണ്. അത് തന്നെയാണ് കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റി ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. ആർക്കെങ്കിലും വ്യക്തിപരമായി ഒരു വിശ്വാസി എന്നതിന്റെ ഭാഗമായി അവിടെ ക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് അവർക്ക് വിലക്കുകളോ തടസ്സങ്ങളോ ഇല്ല. മറിച്ച് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയും ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായി ക്ഷണിക്കപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ ദേശീയ അധ്യക്ഷനും അതുപോലെ തന്നെ രാജ്യസഭാ പാർട്ടിയുടെ നേതാവുമായ ആളും പാർലമെന്റിലെ പാർലമെന്ററി പാർട്ടി ലീഡറും മുൻ അധ്യക്ഷയായ ശ്രീമതി സോണിയാഗാന്ധിയും അതോടൊപ്പം തന്നെ ലോക്സഭയിലെ ഞങ്ങളുടെ പ്രതിപക്ഷ എന്താ പറയുക പാർലമെന്ററി പാർട്ടി നേതാവുമായ അധീർ രഞ്ജൻ ചൗധരിയും ഇവർ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ക്ഷണിച്ചിരിക്കുന്ന ആ ക്ഷണത്തിന്റെ ഭാഗമായി പോകേണ്ടായിരുന്നു. മറിച്ച് ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന് അവിടെ പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അവർ വ്യക്തിപരമായി അവർക്ക് പോകുന്നതിന് തടസ്സമില്ല എന്നുള്ളതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം അത് വളരെ സുവ്യക്തമായ പാർട്ടിയുടെ തീരുമാനത്തിലൂടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കും. അപ്പൊ തീരുമാനം ഒന്ന്, കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി ഈ കാര്യത്തിൽ പങ്കെടുക്കുന്നില്ല. ഏതെങ്കിലും കോൺഗ്രസ്സുകാരന് വ്യക്തിപരമായി ഈ കാര്യത്തിൽ പങ്കെടുക്കണമോ അവർക്ക് പങ്കെടുക്കാം. അപ്പൊ പങ്കെടുക്കാത്തവരുടെ നിലയിൽ കോൺഗ്രസ് പാർട്ടി മാത്രമല്ലല്ലോ. ഇപ്പൊ നമുക്കറിയാം ശങ്കരാചാര്യർ സ്ഥാപിച്ച 4 മഠങ്ങളിലെ മഠാധിപതിമാരുടെ കാര്യത്തിലേക്ക് വരാം. പക്ഷേ ഈ കോൺഗ്രസിന്റെ ഈ നിലപാട് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് പറയുന്നത് BJP ഇവിടെ രാമക്ഷേത്രത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നു. അതായത് ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് രാമക്ഷേത്രം. ഇതാണല്ലോ ഈ ക്ഷണം നിരസിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അല്ല, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നുണ്ടല്ലോ. ആ നേതാക്കൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഇത്രയും ഘടകങ്ങൾ, സംസ്ഥാന ഘടകങ്ങളിൽ നിന്നുള്ള നേതാക്കൾ പങ്കെടുക്കുമ്പോൾ അവർക്ക് ഈ ഒരു നിലപാടില്ലേ? ഇതൊരു രാഷ്ട്രീയ പദ്ധതിയാണെന്ന്. ഇതെന്ത് നിലപാടാണിത്? ഞാനത് കൃത്യമായിട്ട് പാർട്ടിയുടെ നിലപാട് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ BJP ഇതൊരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ട് അവരെടുക്കുന്നു. ഒരു രാഷ്ട്രീയ പരിപാടിയുടെ ഭാഗമായി BJP ഇതിനെ എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് ഇതിൽ പങ്കെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല. മറിച്ച് സുപ്രീം കോടതിയുടെ വിധി 2019 സുപ്രീം കോടതിയുടെ വിധി പ്രകാരമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവിടെ വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും അവൻ വിശ്വാസിയാണെങ്കിൽ വ്യക്തിപരമായി, അതിപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുന്ന രാമൻ എന്ന് പറയുന്നത് ഇവര് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള രാമനല്ലോ, അത് മര്യാദാ പുരുഷനാണ്. ആ മര്യാദാ പുരുഷനായ രാമൻ ഇത് നിങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവുകയാണ് ശ്രീ സേനാപതി വേണു? ഒറ്റ നിലപാടെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ആദ്യം താങ്കൾ CPM-ന് ആദ്യ ദിവസം തന്നെ നിലപാടെടുക്കാൻ കഴിഞ്ഞു, അതവർ വല്ലാതെ കൊട്ടിഘോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അത് ശരിയുമാണല്ലോ. CPM-ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിലപാടെടുക്കുവാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അതിനെതിരായിട്ട് ഒരു നേതാവും രംഗത്തെത്തിയിട്ടുമില്ല. CPI-യും അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങളാണെങ്കിൽ എത്രത്തോളം ശ്രമകരമായിട്ടാണ് ഇതൊന്ന് പറഞ്ഞ് ഫലിപ്പിക്കുവാൻ ബുദ്ധിമുട്ടുന്നത്? ഇന്ന് തന്നെ VD സതീശൻ പറഞ്ഞപ്പോഴാണ് ഈ വാക്കുകൾ ഉപയോഗിച്ചത്. അവരുടെ രാമനല്ല ഞങ്ങളുടെ രാമൻ. അതുപോലെ തന്നെ NSSന്റെ നിലപാട് ഈശ്വര നിന്ദയായിരിക്കും ഇങ്ങനെ ബഹിഷ്കരണം നടത്തുന്നത് എന്നതിന് അത് NSSന്റെ നിലപാട് മാത്രമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഫക്രുദ്ദീൻ അലി, കോൺഗ്രസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്, അതിൽ ഈ AICCയുടെ റിലീസ് പ്രകാരം സോണിയാഗാന്ധി, അധീർ രഞ്ജൻ ചൗധരി, ഖർഗെ ഈ 3 പേർക്കുമാണല്ലോ ക്ഷണം കിട്ടിയിരുന്നത്. ഈ 3 പേരും പങ്കെടുക്കുന്നില്ല. അതായത് രാഷ്ട്രീയ പദ്ധതിയാണ് BJP-യും RSSും ചേർന്ന് നടത്തുന്നത്. അതിനോടൊപ്പം നിൽക്കാൻ ഞങ്ങളില്ല. ഇതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. രാമക്ഷേത്ര പ്രതിഷ്ഠ
ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള, അതുപോലെ തന്നെ വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നു. വിശ്വാസത്തിന് ഞങ്ങൾ എതിരല്ല, പക്ഷേ അതിൽ രാഷ്ട്രീയം കലർത്തുന്നതാണ് അതിൽ പ്രശ്നമായിട്ടിരിക്കുന്നത്. പിന്നെ ഈ ക്ഷേത്രപ്പണി പൂർത്തിയായിട്ടില്ല, അതിനു മുൻപ് തന്നെ ഉദ്ഘാടനം നടത്തുന്നു, അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. ഇങ്ങനെ പറയുന്ന കോൺഗ്രസിൻ്റെ ഈ നിലപാട് അത് ഗുണമാകുമോ ദോഷമാകുമോ കോൺഗ്രസിന്? ഇത് ശരിയാണോ? ഇങ്ങനെ ഒരു നിലപാട് മതിയായിരുന്നു? അതാണോ കോൺഗ്രസ് എടുക്കേണ്ട നിലപാട് ഇക്കാര്യത്തിൽ? നിലപാട് എടുത്തത് വളരെ നന്നായി. അത് അതിൻ്റെ ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുന്നത് രണ്ടാമത്. നിലപാട് കൃത്യമായി എടുത്തു എന്നുള്ളതാണ്. അത് എന്താണ്, അല്ലാതെ അവിടെ ഇവിടെ ഈ ചവിട്ടി കളിച്ച് നമ്മൾ ഈ കുച്ചിപ്പുടി കളിക്കുമ്പോൾ അവിടെ ബാലൻസ് ചെയ്യുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും ദിവസം. അത് നിലപാടെടുത്ത് അന്ന് നമ്മൾ ഈ വിഷയത്തിന് മുമ്പ് ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുക, ഒന്ന് ജവഹർലാൽ നെഹ്റുവിനെ പോലെ ക്ഷേത്രം വേണോ ഡാം വേണോ എന്ന് ചോദിച്ചാൽ ഡാം മതി, ക്ഷേത്രം വേണം നിങ്ങൾ ഉണ്ടാക്കിയ പണ്ടോ നമ്മൾ ഇല്ലയെന്ന് പറയുന്ന നിലപാടെടുത്ത് നിങ്ങളങ്ങ് പോയാൽ മതി. അല്ലെ ഇന്ദിരാഗാന്ധിനെ പോലെ ആ കാലഘട്ടത്ത് RSSുമായിട്ട് അവർ അടിയന്തരാവസ്ഥ കാലത്ത് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നെ വളരെ നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. സ്ഥിതി ഇന്ദിരാഗാന്ധിയുടെ അണ്ടറിലാണ് RSSൻ്റെ സൈലൻ്റ് ആയിട്ടുള്ള പ്രവർത്തനം ഏറ്റവും ശക്തമായി നടന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ദിരാഗാന്ധിയെ പോയ ഒരു വിശ്വാസി എന്നൊക്കെ രീതിയിൽ ശക്തമായിട്ട് ആ രീതിയിൽ മുന്നോട്ട് പോവുക. ഇതിലേതെങ്കിലും നിലപാടായിരുന്നു അത് എടുക്കേണ്ടിയിരുന്നത്. അതിലേതായാലും അവർ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചോയ്സിലേക്ക് പോയി. ഇപ്പം ഞാനാണ് കോൺഗ്രസിൻ്റെ ഉപദേശകനെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാൻ പോകണമെന്നാണ്. കാരണം എന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിലുള്ള ഒരു പ്രത്യേക, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള ഒരു മെജോറിറ്ററിയും പൊളിറ്റിക്സിനെ മറികടക്കണമെങ്കിൽ ആ രീതിയിൽ തന്നെയുള്ള സമീപനം എടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ അവർ ഈ ഒരു കൗണ്ടർ നെഗറ്റീവ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, പിന്നെ ഇടയ്ക്ക് ഡെസിമേറ്റ് ചെയ്തു പോയ ഒരു കൗണ്ടർ നെഗറ്റീവിനെ ശക്തമായി കൊണ്ടുവരുന്നു. അപ്പോൾ കൗണ്ടർ നെഗറ്റീവ് നിങ്ങൾ കൊണ്ടുവരുമ്പോഴുള്ള പ്രശ്നം, പെട്ടെന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, പക്ഷേ പതുക്കെ അതിൻ്റെ ഒരു ഫലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഒരു റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഇത് ഒരു സെൻറ്റർ ലെഫ്റ്റ് നിലപാടാണ് അവരെടുത്തിട്ടുള്ളത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു കാലഘട്ടത്തിലുള്ള. അപ്പം നീരജ ചൗധരിനെയൊക്കെ പോലെയുള്ള ഇന്ത്യയിലെ വെറ്ററൻ ജേർണലിസ്റ്റ് രാഹുൽ ഗാന്ധിയെ കമ്പയർ ചെയ്യുന്നത് ഈ പിന്നെ ജവഹർലാൽ നെഹ്റു ഇന്ദിരയായിട്ടല്ല. എന്നാൽ ഇന്ദിര കുറച്ചുകൂടി ഒരു ഹിന്ദു നിലപാടുകൾ, ഹിന്ദുത്വം എന്ന് ഞാൻ പറയുന്നത് ഹിന്ദു വൈസ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ എടുത്തിരുന്ന ആളാണ്. പക്ഷേ ഇവരങ്ങനെ ജവഹർലാൽ നെഹ്റു അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ഒരു നിലപാടാണ് ഇദ്ദേഹം എടുക്കുന്നത്. പക്ഷേ അത് ഇലക്ട്രോണലി പെട്ടെന്ന് അതിൻ്റെ ഗുണം കിട്ടുമെന്ന് തോന്നില്ല. കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? കോൺഗ്രസ് പോകില്ല, പക്ഷേ കോൺഗ്രസ്സുകാർ പൊക്കോട്ടെ, ഇതല്ലേ ഈ നിലപാട് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്? അതല്ലേ ഗംഭീര നിലപാടല്ലേ? ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നിങ്ങളൊക്കെ പോയില്ല, RSS പങ്കെടുത്തില്ല. ഗുരുജി ഡോക്ടർ ജി അദ്ദേഹം മുമ്പ് ഹിന്ദു മഹാസഭയിലൊക്കെ ഉണ്ടായിരുന്ന സജീവമായിട്ട് പങ്കെടുത്തി. പക്ഷേ RSSന്റെ പ്രവർത്തകരോട് നിങ്ങൾ പങ്കെടുക്കുക എതിർപ്പില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. RSS തന്നെ പറയുന്ന കാര്യമാണ്, ഞങ്ങൾ സംഘടനാപരമായിട്ട് ഞങ്ങൾ നിലപാടൊന്നും എടുത്തിട്ടില്ല, പക്ഷേ ആരെങ്കിലും പങ്കെടുക്കാൻ ഞങ്ങൾ എതിരുമായിരുന്നില്ല. അത് പിന്നെ സംഘത്തിന് ഗുണം ചെയ്യുന്നതല്ലേ നമ്മളുണ്ട്. ഇത്തരം ചില നിലപാടുകളുണ്ട്. ഇത്തരം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അത്. നിങ്ങൾക്ക് വിശ്വാസത്തിനടിസ്ഥാനം നിങ്ങൾ പോയിക്കോ, അതിന് നമ്മളെതിരാണ്. നമ്മുടെ പാർട്ടി എന്ന രീതിയിൽ നമ്മുടെ നിലപാടുണ്ട്. നമ്മുടെ പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാട് ഒരു സെൻട്രൽ ലെഫ്റ്റ് നിലപാടാണ്. ഇതിൻ്റെ ലീനിയേജ് ജവഹർലാൽ നെഹ്റു എന്നാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു ആണ് ഞങ്ങളുടെ അഭിമാനം. അതുകൊണ്ട് ഞങ്ങൾ ആ ലൈനാണ് പിന്തുടരുന്നത്. അതായത് സോമനാഥ് ക്ഷേത്രത്തിൽ ജവഹർലാൽ നെഹ്റു എടുത്ത ആ ഒരു നിലപാട് അയോധ്യ രാമക്ഷേത്ര വിഷയത്തിൽ കോൺഗ്രസ് എടുക്കുകയാണ്. കുറച്ചും വ്യത്യസ്തമായ രീതിയിൽ ആ ഒരു നിലപാടെടുക്കും. മാത്രമല്ല മൊത്തം ഒരു പൊളിറ്റിക്സ് തന്നെ ഒരു ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ കാലഘട്ടത്തിൽ പോകുന്നത്. അദ്ദേഹം ഇത്തരം വിഷയങ്ങൾ സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു വെസ്റ്റേണൈസ്ഡ് മോഡേൺ നിലപാടായിരുന്നു അദ്ദേഹം എടുത്തത്. ഇന്ദിരാഗാന്ധി നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനമൊക്കെ ദുർബലമാക്കി. ഇന്ദിരാഗാന്ധി ഈ പറയുന്നത് പോലെയുള്ള ഒരു ഹിന്ദു ഐഡന്റിറ്റിക്ക് അവർ ഊന്നൽ കൊടുത്തിരുന്നു. പിന്നെ പിൽക്കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമാണ് അതിനൊരു പ്രശ്നം വന്നത്. അന്ന് വരെ മാത്രമല്ല, സംഘത്തിന് മാത്രമല്ല, ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിക്കുക, അവരൊക്കെ പിടിച്ച് ജയിലിടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു ലൈൻ വിട്ട് ഇന്ദിരാഗാന്ധി തൊട്ടിട്ട് ഏതാണ്ട് നമ്മുടെ ഇയാൾ വരെയുള്ള കാലഘട്ടത്തിൽ, മൻമോഹൻ സിംഗ് വരെയുള്ള കാലഘട്ടത്തിൽ ഇവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഏതാണ്ട് ഒരേ നിലപാടാണ്. ആ നിലപാടിൽ നിന്ന് മാറി ആ നിലപാടെടുക്കാൻ ഇപ്പോൾ RSS ഉണ്ട്. അപ്പം RSS ഇല്ലാത്ത സമയത്ത് നമുക്ക് എടുക്കാമായിരുന്നു. RSS ശക്തമല്ലാത്ത സമയത്ത് ഇപ്പോൾ RSS ശക്തമായ രംഗത്തുണ്ട്. അവരുടെ നേതൃത്വത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് ആ നിലപാട് നമ്മൾ എടുക്കണം. നമുക്ക് ഇനി ഒരു CPMന്റെ ഒക്കെ നിലവിലുള്ള ലൈൻ, അല്ലെങ്കിൽ നമ്മുടെ പഴയ ലൈൻ തന്നെലേക്ക് പോകാം. പക്ഷെ അതിൽ വടക്കേ ഇന്ത്യയിൽ ഈ BJPയുടെ ഹിന്ദുത്വ നിലപാടിനെ അതിന് സമാനമായ നിലപാട് കൊണ്ട് എതിർത്താലേ BJPയെ ഒരു പരിധിവരെയെങ്കിലും എതിർക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ പരാജയപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. ഈ ഒരു നിലപാട് കോൺഗ്രസിന് ഉണ്ടായിരുന്നുവല്ലോ, വ്യക്തമാണല്ലോ അക്കാര്യം. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ കോൺഗ്രസിന് പെട്ടെന്ന് വഴുതി മാറാൻ പറ്റും? അതോ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അവരുടെ ഒരു സമ്മർദ്ദം ഇക്കാര്യത്തിൽ കോൺഗ്രസിനുണ്ടോ? ഞങ്ങളിങ്ങനെ അവർക്ക് വിരുദ്ധമായ ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങളെ ഈ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നവരാണെന്ന് മുദ്രകുത്തും, അതുകൊണ്ട് ഇത്തരമൊരു നിലപാടിലേക്ക് പോകാം, എന്നാലേ മതേതര വോട്ടുകൾ കിട്ടുകയുള്ളൂ എന്നൊക്കെയുള്ള ആ ഒരു കൺഫ്യൂഷൻ, അതിനിടയ്ക്ക് ഇത്തരമൊരു നിലപാടിലേക്ക് പോകുന്നു. അതായത് കോൺഗ്രസ് പങ്കെടുക്കില്ല, കോൺഗ്രസ്സുകാർ പങ്കെടുത്തോട്ടെ. അല്ല, കോൺഗ്രസിന് ഈ മൃദുഹിന്ദുത്വം വേണം. ഇത് രണ്ട് അവരുടെ കയ്യിലുണ്ടായിരുന്നു. കോൺഗ്രസ് സ്വാതന്ത്ര്യാനന്തരം എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഹിന്ദു മഹാസഭയൊക്കെ ഭയങ്കര ദുർബലമല്ല ഗാന്ധി ഭാഗത്തോടു കൂടി. അതിനുശേഷം ഹിന്ദു ഈ നാഷണലിസ്റ്റ് ഫീലിംഗ് ഉള്ള അല്ലെങ്കിൽ ഹിന്ദുത്വ ഫീലിംഗ് ഉള്ള
അത് രണ്ടാണ്, വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഉള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കോൺഗ്രസ് തന്നെയാണ്. അത് മാത്രമല്ല, ഈ ഇവിടെ തന്നെ ഈ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ തന്നെ കോൺഗ്രസ് അവകാശപ്പെട്ടിരുന്നത് രാജീവ് ഗാന്ധിയാണ് ഇതിലെ അനുകൂലമായ നിലപാട് രാമക്ഷേത്രത്തിന് അനുകൂലമായി സ്വീകരിച്ചത് 1986-ൽ. പിന്നെ 91-ൽ വന്നപ്പോൾ മാനിഫെസ്റ്റോയിൽ തന്നെ ഇല്ലേ, പ്രകടന പത്രികയിൽ തന്നെ രാമക്ഷേത്രം കടന്നു വന്നു കോൺഗ്രസിന്റെ. പിന്നെ ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം പിന്നീട് ഇല്ലേ നരസിംഹറാവുവിന്റെ വാഗ്ദാനം ഉണ്ടായിരുന്നു ഇല്ലേ, പള്ളി പണിയുവാനുള്ള സൗകര്യം ഒരുക്കി തരാം മറ്റൊരു പ്രദേശം ഇല്ലേ, നിങ്ങൾക്കും സൗകര്യപ്രദമായ സ്ഥലത്ത്. അങ്ങനെ വരുമ്പോൾ ആ നിലപാടിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ രാമക്ഷേത്രത്തിന് എതിരായ ഒരു നിലപാട് എടുത്തിരിക്കുന്നു എന്ന് വരില്ലേ എന്നാണ്. അതാണ് ഇന്ന് BJP നേതാക്കൾ പറയുന്നത് ആന്റി ഹിന്ദുവായി മാറിയിരിക്കുന്നു കോൺഗ്രസ് എന്ന്. രാജീവ് ഗാന്ധിക്ക് ശേഷം കോൺഗ്രസിന്റെ ഒരു കൺഫ്യൂഷൻ കോൺഗ്രസ് ഉണ്ടായി, ഏത് നിലപാടിലേക്ക് പോകണമെന്നുള്ളത്. അല്ല, കോൺഗ്രസ് ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയായിരുന്നു. അപ്പോൾ RSS ശക്തമായി വന്നതോടുകൂടി, അല്ലെങ്കിൽ RSS മുമ്പേ ശക്തമാണ്, BJP പൊളിറ്റിക്കലി ശക്തമായി വന്നതോടുകൂടിയിട്ട് ആ ഒരു റൈറ്റ് വിങ്ങിനെ കാറ്റർ ചെയ്യേണ്ട ആവശ്യം, അല്ലെങ്കിൽ കാറ്റർ ചെയ്തോട്ട് കാര്യമില്ല എന്നൊരു ഫീൽ ചിലപ്പോൾ അവർക്ക് വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഉപദേശം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യമുണ്ട്. ബാബറി മസ്ജിദായിട്ട് വന്നപ്പോൾ ഇതുവരെ കേരളത്തിൽ അങ്ങനെ ആരും പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് നീരജ് ചൗധരി എന്ന് പറഞ്ഞിട്ട്, ഞാൻ എന്താ പറഞ്ഞ വെറ്ററൻ ജേർണലിസ്റ്റ്, അവരുടെ പുതിയ പുസ്തകം വന്നിട്ടുണ്ട്. അതിൽ അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ നരസിംഹറാവു പിന്നെ പള്ളി അങ്ങ് തകർന്നോട്ടെ എന്ന് കരുതിയ ആളാണ്. കാരണം ഈ പള്ളി തകർന്നു കഴിഞ്ഞാൽ ഇവരുടെ ഈ രാമജന്മഭൂമി ഹിന്ദുത്വ മൂവ്മെൻറ്റിനെ കാറ്റയച്ചു വിടാം. എന്നിട്ട് അവിടെ ഇന്നിപ്പോൾ കോടതി മുന്നോട്ട് വെച്ചിരുന്ന നിർദ്ദേശം അന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഐ ക്യാൻ ഡിഫീറ്റ് BJP ബട്ട് ഐ ക്യാൻ ഡിഫീറ്റ് രാമ എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ക്ഷേത്രം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം, പള്ളി വേറെ സ്ഥലത്തുണ്ടാക്കുക എന്നുള്ള ഒരു നിലപാട് അദ്ദേഹം എടുത്തത്. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹം ഈ അവാല ഇടപാടുകളൊക്കെ ഇരുന്നിട്ട് അഴിമതി ആരോപണമൊക്കെ വന്നതോടുകൂടി അദ്ദേഹം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം വളരെ പെട്ടെന്ന് പുറത്താവുകയും ചെയ്തത്. അങ്ങനെ ഒരു നിലപാട് അദ്ദേഹത്തിനുണ്ടായി. ഇനി ഈ രാമജന്മഭൂമി പ്രശ്നമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുന്ന ആളാണ് കല്യാൺ സിംഗ് ആണ് സത്യത്തിൽ. കല്യാൺ സിംഗ് നരസിംഹറാവുവിനെ വഞ്ചിച്ചു എന്നാണ് പുറത്ത് വന്നിട്ടുള്ളത്. സത്യത്തിൽ അങ്ങനെയല്ല. ഇത് പള്ളി പൊളിച്ചോട്ടെ എന്ന് നരസിംഹറാവാണ് വിചാരിച്ചത്. അയാൾ കമ്മ്യൂണലിസ്റ്റ് ആയിട്ടൊന്നല്ല, ഈ ഹിന്ദുത്വ ശക്തികളെ താക്കാൻ അങ്ങനെ കണ്ടുപിടിച്ചൊരു വഴിയായിരുന്നു. കാരണം ഈ ഒരു ഇദ്ദേഹം ഒരു ആന്ധ്രക്കാരൻ നാഷണലിസ്റ്റ് ഹിന്ദു ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിന്ദുത്വ മൂവ്മെൻറ്റിൻ്റെ ഒരു പോക്ക് എങ്ങനെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പിന്നെ അപ്പം കല്യാൺ സിംഗ് സത്യത്തിൽ അന്ന് ഇപ്പം അനിൽ സ്വരൂപ് എന്ന് പറഞ്ഞൊരു IAS ഓഫീസർ, അന്ന് അദ്ദേഹത്തിന് വളരെ ക്ലോസ് മീഡിയ കൈകാര്യം ചെയ്തിരുന്ന ഇദ്ദേഹമാണ്, ആരുടെ കല്യാൺ സിംഗിൻ്റെ. അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ കല്യാൺ സിംഗിൻ്റെ പിന്നെ റൂമിലേക്ക് ഈ ബാബറി മസ്ജിദ് പൊളിച്ചതിന് ശേഷം അദ്ദേഹം പോകുന്ന സമയത്ത് അത് അഡ്വാനിയോട് ഫോണിൽ ചൂടാകുന്നതാണ്, നിങ്ങൾ എന്നെ ചതിച്ചു വഞ്ചിച്ചു. നമ്മൾ നേരെ ഓപ്പോസിറ്റ് അല്ലേ കേട്ടത്. ഇങ്ങനെ ഒരുപാട് ഡൈക്കോട്ടം ഇതിൻ്റെ നടുവിലുണ്ട്. അപ്പം നരസിംഹറാവു വന്നെടുത്തൊരു ലൈൻ ഉണ്ടായിരുന്നു. ആ ലൈനിൽ ഒരു സ്വാധീനം കോൺഗ്രസ് ഉണ്ട്. കാരണം ഈ ഹിന്ദുത്വ ശക്തികളെ ഒരു ഹിന്ദു ലൈനിൽ തന്നെ പോയി, ഇന്ദിരാഗാന്ധിയുടെ ലൈനിൽ തന്നെ പോയിട്ട് നേരിടണം. പക്ഷേ ഇവർക്കിപ്പോൾ എവിടെ നിന്നൊരു ശക്തമായ ഉപദേശം കിട്ടിയിട്ടുണ്ട്. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു സൗത്തിൽ ഈ പറഞ്ഞ ഹിന്ദുത്വ വികാരം കുറച്ച് സ്ട്രോങ് ആണ്. ഹിന്ദുത്വ വിരുദ്ധ വികാരം എസ്പെഷ്യലി കേരള, തമിഴ്നാട് പോലെയുള്ള പ്രദേശങ്ങളിൽ, ആന്ധ്രാപ്രദേശിൻ്റെ ചില പ്രദേശങ്ങൾ, അതുപോലെ തന്നെ കർണാടകയുടെ ചില പ്രദേശങ്ങൾ, അതുപോലെ വെസ്റ്റേൺ ഇന്ത്യയിലൊക്കെ ഒരു ആൻറ്റി ഹിന്ദുത്വ, അല്ല ആൻറ്റി ഹിന്ദി, ആൻറ്റി BJP, ആൻറ്റി മോഡി സാധനമുണ്ട്. അപ്പോൾ ഇതിനെ കാറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി വോട്ടുകൾ അവിടെ നിന്ന് ക്യാൻവാസ് ചെയ്യാം. ഉത്തരേന്ത്യ തൽക്കാലം BJPക്ക് വിട്ടുകൊടുക്കുക. ഉത്തരേന്ത്യയിൽ ഇപ്പം ഒരു 10-15 വർഷമൊക്കെ കഴിഞ്ഞാൽ പിള്ളേർ കണ്ടു വളർന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റ് മോഡിയാണ്. അപ്പം നമുക്ക് മോഡി ഹൈപ്പാണ്, നമ്മൾ അതിൻ്റെ മുമ്പ് നരസിംഹറാവുവിനെ ഒക്കെ കണ്ടു വളർന്ന ആളുകളായതുകൊണ്ടാണ്. ഈ പിള്ളേരെ സംബന്ധിച്ച് മോഡി ഹൈപ്പാണ്. അപ്പോൾ അവരെ മോഡിയുടെ ക്രിട്ടിക്കായിട്ടാണ് വരിക. അപ്പോൾ ലോകം അന്ന് കുറച്ചുകൂടി ഓപ്പൺ അപ്പ് ആവും. അപ്പോൾ ഓപ്പൺ അപ്പ് ആവും വെസ്റ്റേൺ ഐഡിയോളജിയുടെ സ്വാധീനം നമ്മൾ എന്തൊക്കെ വിചാരിച്ചാലും, അല്ലെങ്കിൽ താലിബാൻ ആവണം, അതാണ് RSSന് പറ്റില്ലല്ലോ. ഈ നമ്മളിവിടെ കടന്നു വരും. ആ ഒരു സന്ദർഭത്തിൽ കോൺഗ്രസിന് അത് ക്യാപിറ്റലൈസ് ചെയ്യാം എന്നുള്ള ഉദ്ദേശമായിരിക്കും അവർക്ക്. രണ്ടാമത്തെ കാര്യം, ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് കോൺഗ്രസ്. അത് വിശാലമായ വലിയൊരു ഫാമിലിയാണ്. ഒരു സ്മോൾ ഫാമിലി, ഞാനും എൻ്റെ വൈഫും പിന്നെ തട്ടാനും കൂടി മതി. മനസ്സിലായല്ലോ. അങ്ങനെയാണ് ഈ പറഞ്ഞ ദേശീയ ഈ പറയുന്ന എന്താ പറയുക, ചില നമ്മളിപ്പോൾ ഇടത് പാർട്ടികളൊക്കെ എടുക്കുന്നത്. അവർക്ക് കേരളത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി. CPIക്ക് ആണെങ്കിൽ കേരളത്തിൻ്റെ കോണം നോക്കേണ്ട, ഏതെങ്കിലും പഞ്ചായത്തിൻ്റെ കാര്യം നോക്കിയാൽ അവർക്ക് തീരുമാനം എടുക്കാം. പക്ഷേ അതുപോലല്ല കോൺഗ്രസിൻ്റെ കാര്യം. കോൺഗ്രസ് തീരുമാനം എടുക്കുക, ഇത്ര കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം അത് വലിയൊരു കുടുംബമാണ്, വലിയൊരു പാർട്ടിയാണ്. അതിലിപ്പോഴും ഒരു 45% ഈ ഹിന്ദുത്വ നിലപാടുള്ള ആളുകൾ കുറ്റമൊന്നുമല്ല. ഹിന്ദുത്വ നിലപാട് ഉണ്ടാകുന്ന ഒരു കുറ്റമൊന്നുമല്ല. അങ്ങനെ നിലപാടുള്ളവർ പൊയ്ക്കോട്ടെ, ബാക്കിയുള്ളവർ ഇവിടെ ജവഹർലാൽ നെഹ്റുവിന്റെ നിലപാട് തന്നെ. താങ്കൾ ഈ നിലപാടിനെ അനുകൂലിക്കുകയാണ്. ഞാൻ പേഴ്സണലിയോ അല്ല, ഞാനാണ് ഇവരുടെ ഉദ്ദേശം, ഞാൻ പോകാൻ പറയും. രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പോകണം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ, സോണിയാഗാന്ധിന്റെ സീറ്റ് 4ാമത്തെ കോല മറ്റാണ് ഇവർക്ക് സീറ്റൊക്കെ. അതൊക്കെയാണ് ഇവരുടെ ഒരു പ്രശ്നം എന്നിട്ട്. അതാണെങ്കിൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യയിലെ പവർഫുൾ പൊസിഷനിൽ ഇരുന്ന ആളാണ് സോണിയാഗാന്ധിയൊക്കെ. അപ്പോൾ പറയുന്നില്ല, എനിക്ക് ഉറപ്പില്ല. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ ഇത് വിളിച്ച് സംസാരിച്ച് ഡൽഹി പോവുകയായിരുന്നുവെങ്കിൽ BJPയുടെ ഈ ഒരു കെണിയിൽ വീടില്ല എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഈ കെണിയിൽ വീഴില്ല. ഇവർക്ക് എപ്പോഴും അസറ്റാണ്. മറ്റേ ലൈൻ കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം. കാരണം ഒരുപക്ഷെ പെട്ടെന്ന് ചിലപ്പോൾ മോഡിക്ക് മനുഷ്യന്മാരല്ല, എന്താ അബദ്ധം പറ്റില്ല എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇപ്പം വാജ്പേയി എത്ര നന്നായി ഭരിച്ചുകൊണ്ടിരുന്നതാണ്. അതായത് ഗുജറാത്ത് കലാപമൊക്കെ ഉണ്ടാക്കി, പിന്നെ അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റിലാണ് അന്ന് സത്യത്തിൽ ഇത് പോയത്. അപ്പോൾ എപ്പോഴും മനുഷ്യന് അബദ്ധങ്ങളൊക്കെ പറ്റാം. അപ്പോൾ അതുപോലെ ഒരു പെട്ടെന്നൊരു എന്താ പറയുക, ഒരു മൊബിലൈസേഷനൊക്കെ അവർക്ക് അത് ഗുണം ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് ആളുകളുടെ മനസ്സിൽ ലൈവായി നിൽക്കുന്ന സമയത്ത്
എന്താണ് രാമനെ പോലും അംഗീകരിച്ചില്ല ഔദ്യോഗികമായിട്ട്. ദേ ആർ നോട്ട് ഇന്ത്യൻ, ദിസ് നോട്ട് എൻ ഇന്ത്യൻ പാർട്ടി, ഇറ്റ്സ് എ കൊളോണിയൽ പാർട്ടി, ഇറ്റ്സ് എ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് എന്നുള്ള ഒരു ഫീല് കൊടുക്കാൻ BJP നമ്മളെ ശിവശങ്കരനൊക്കെ വളരെ എളുപ്പമാണ്. ശിവശങ്കരനൊക്കെ അതിൽ ഭയങ്കര വിദഗ്ധനുമാണ്. ശരി, ശ്രീ PR ശിവശങ്കർ, താങ്കൾക്ക് സൗകര്യമായി എന്തായാലും കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിലേക്കുള്ള ക്ഷണം നിരസിച്ചത്. അതല്ലായിരുന്നുവെങ്കിൽ, ക്ഷണിച്ചു വന്നിരുന്നുവെങ്കിൽ, വരാനാണ് തീരുമാനിച്ചിരുന്നത് എങ്കിൽ BJPക്ക് ഇത്ര ശക്തമായിട്ട് രംഗത്തെത്തുവാൻ കഴിയുമായിരുന്നില്ല. കമന്റുകൾ കേട്ടിട്ട് ഇടതുപക്ഷത്തെക്കുറിച്ച് ഒരു BJP-ക്കാരൻ പോലും പറയാത്തത്ര ശക്തമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അത് വേണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. അങ്ങനല്ല, ഞാൻ സത്യം പറയും. ഏതായാലും ഞാൻ ആ കാര്യത്തിനെ കുറിച്ച് പറയുന്നില്ല. അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകനാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ തുടങ്ങിക്കോട്ടെ. അപ്പം ഇത് 3 കാര്യങ്ങളാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഘട്ടം ഘട്ടമായിട്ട് പറയാനുള്ളത്. ഒന്ന്, രാഷ്ട്രീയമായി കോൺഗ്രസ് എടുത്ത തീരുമാനം. ആ തീരുമാനം ശരിയോ തെറ്റോ എന്നുള്ളത് കാലം തെളിയിക്കേണ്ടതാണ്. അതിന് BJP-ക്കാരനായ ഞാൻ എന്തായാലും അത് തെറ്റാണ് എന്ന് പറയുന്നത് കൊണ്ട് അത് തെറ്റാവാനോ അല്ലെങ്കിൽ ശരിയാവാനോ സാധ്യതയില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കാലാകാലങ്ങളായി ഇത്തരത്തിലുള്ള തീരുമാനങ്ങളാണോ, ഇത് എക്കോ വരുന്നുണ്ട്, ഒന്ന് ശരിയാക്കാം. താങ്കൾ പറഞ്ഞോളൂ. കോൺഗ്രസ് എടുത്തേക്കുന്നത് എന്ന് പറഞ്ഞു. നമ്മളിതിന്റെ തുടക്കം തന്നെ നോക്കൂ. ഈ കോൺഗ്രസ്സുകാർ തന്നെ പറയാറുണ്ട്, ഗോവിന്ദ് വല്ലഭായ് പന്ത്, അന്ന് UP-യിലെ മുഖ്യമന്ത്രിയായിരുന്ന വല്ലഭായ് പന്തിനോട് ആ രാമക്ഷേത്രത്തിൽ വന്ന ശില അല്ലെങ്കിൽ ആ വിഗ്രഹം എടുത്ത് സരയൂലെറിയാൻ പറഞ്ഞ നെഹ്റുവിനെ ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും എൻ്റെ ചാനൽ ചർച്ചകളിൽ പല പ്രാവശ്യം ഓർമ്മിപ്പിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് എന്തിനാണ് ഇവർ ഞങ്ങളുടെ രാമൻ അതല്ല, അല്ലെങ്കിൽ ഈ രാമക്ഷേത്രം പൂർത്തിയായിട്ടില്ല, ഈ രാമക്ഷേത്രത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷമായിരുന്നു വേണ്ടിയിരുന്നത് എന്നുള്ള ന്യായീകരണങ്ങൾ പറയുമ്പോൾ ചരിത്രം അറിയാവുന്ന ആളുകൾ വളരെ വ്യക്തമായിട്ട് ആലോചിക്കില്ലേ എന്തായിരുന്നു രാമക്ഷേത്രത്തെക്കുറിച്ച് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ നെഹ്റുവിന്റെ അഭിപ്രായമെന്ന്? തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയം അറിയാവുന്ന വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് മനസ്സിലാവും അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ ഇത്തരത്തിൽ അഭിപ്രായത്തെ മാറ്റേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളെക്കുറിച്ച് തെറ്റായ നരേഷൻ ഇന്ന് കൊടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അത് ചരിത്രത്തിൽ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഗുണം ചെയ്യില്ല. കൃത്യമായി തെറ്റുപറ്റിക്കഴിഞ്ഞാൽ തെറ്റാണെന്ന് ഇപ്പൊ EMS ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അഭിപ്രായം ഇരുമ്പൊലക്കയില്ല മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ CPM-കാരുണ്ടെങ്കിൽ അത് നമുക്ക് ചോദിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായം മാറി ഇന്നതാണ് എന്ന് പറയുവാനുള്ള രാഷ്ട്രീയമായ മാന്യത അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഔന്നത്യം കോൺഗ്രസിന്റെ നേതാക്കൾ കാണിക്കണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അവർക്ക് തീർച്ചയായിട്ടും രണ്ടും അഭിപ്രായമുണ്ട്. അപ്പോൾ കോൺഗ്രസ് കാലങ്ങളായി, അല്ലെങ്കിൽ നെഹ്റുവിന്റെ കാലം മുതലെങ്കിലും, അല്ലെങ്കിൽ നെഹ്റുവിന്റെ ധാരയിൽ ചിന്തിക്കുന്ന, ഫക്രുദ്ദീൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അത് നെഹ്റുവിന്റെ ഒരു ചിന്താഗതിയും നെഹ്റുവിന് വിരുദ്ധമായ ഒരു ചിന്താഗതിയും വർഷങ്ങൾക്ക് മുൻപ് തന്നെ കോൺഗ്രസിലുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കോൺഗ്രസ് ചിന്താഗതിയിൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ, ശ്രീ വല്ലഭായ് പന്തിന്റെ കാലഘട്ടത്ത് നെഹ്റു പറഞ്ഞ കാര്യം അതെന്തുകൊണ്ട് നടന്നില്ല? ശ്രീ KK നായർ അടക്കമുള്ള ആളുകൾ അവിടെ തിരിച്ചു വെച്ചു. വല്ലഭായ് പന്തിനും അത് താല്പര്യമുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യം നമുക്കറിയാം. ഇത് തന്നെയാണ് സോമനാഥ് ക്ഷേത്രത്തിനെ കുറിച്ചും ഉണ്ടായിരുന്നത്. സോമനാഥ് ക്ഷേത്രം പണിയുവാനും നെഹ്റുവിന് ഇത് അഭിപ്രായമായിരുന്നില്ല. അവിടെ പട്ടേലിന് ആ കാലഘട്ടത്തിൽ എതിരഭിപ്രായം ഉണ്ടായിരുന്നു. മുൻഷിക്കും രാജേന്ദ്ര പ്രസാദിനും എതിരഭിപ്രായമായിരുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് മുൻഷിക്ക് ക്യാബിനറ്റിൽ നിന്ന് വിട്ടുപോകേണ്ടി വന്നത് എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നെഹ്റുവിന്റെ ഒരു ഏകാധിപത്യം അവിടുത്തെ പൂർണ്ണമായി കോൺഗ്രസ്സുകാരന്റെ അഭിപ്രായമല്ലായിരുന്നു. കോൺഗ്രസിൽ 2 അഭിപ്രായം ഉണ്ടായിരുന്നു. നെഹ്റുവിന്റെ അഭിപ്രായം ഉണ്ടായിരുന്നു, അത് അടിച്ചേൽപ്പിക്കുകയായിരുന്നു. മറ്റുള്ളവർക്ക് വിരുദ്ധ അഭിപ്രായം ഉണ്ടായിരുന്നു. നെഹ്റുവിന്റെ അഭിപ്രായം ഇത്തരത്തിൽ എന്നും ഈ പറയുന്ന രാമക്ഷേത്രത്തിനെതിരെയും സോമനാഥ് ക്ഷേത്രത്തിനെതിരെയും പ്രത്യേകിച്ച് ഒരു ഭാരതീയ തത്വചിന്തകൾക്കെതിരെ ആയിരുന്നു എന്നുള്ളത് നിസ്സംശയം പറയാവുന്നതാണ്. ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട് നമ്മൾ ചരിത്രം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാടിലേക്ക് വരികയാണെങ്കിൽ ശ്രീ PR ശിവശങ്കർ, BJP പറയുന്നത് പോലെ കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാട്, ഈ 3 പേർ പോകേണ്ട എന്ന് തീരുമാനിച്ചതിലൂടെ കോൺഗ്രസ് ആന്റി ഹിന്ദുവായി, അതായത് ഹിന്ദു വിരുദ്ധരായി, രാമനെതിരായി പ്രവർത്തിക്കുന്ന ആളുകളായി. ഇതാണല്ലോ പ്രധാനമായിട്ടുള്ള ആരോപണം BJP കോൺഗ്രസിനെതിരെ കൊണ്ടുവരുന്നത്. ഇവിടെ എങ്ങനെയാണ് കോൺഗ്രസ് അങ്ങനെ ഒരു പ്രസ്ഥാനമായി മാറുന്നത്? ഇവിടെ കോൺഗ്രസ്സുകാർ പൊയ്ക്കോട്ടെ എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ UP ഘടകവും, ഹിമാചൽ പ്രദേശിൽ മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ മകനാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച വിക്രമാദിത്യ സിംഗ്, ഇപ്പോൾ ഹിമാചലിൽ മന്ത്രിയായിട്ടുള്ളയാൾ. അദ്ദേഹവും പോകുമെന്ന് പറയുന്നു. അതിനെ ആരും തടയുന്നില്ല, കോൺഗ്രസ് നേതൃത്വം തടയുന്നില്ല.
നേരത്തെ പറഞ്ഞ പോലെ UP ഘടകം പോകുന്നു, ഗുജറാത്തിൽ നിന്ന് ഞങ്ങൾ പോകുന്നു എന്ന അഭിപ്രായം വരുന്നു, കർണാടകത്തിൽ നിന്ന് പോലും ദക്ഷിണേന്ത്യയിൽ നിന്ന് പോലും പോകുന്നുണ്ട്. അവിടെയൊന്നും കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് നിങ്ങളാരും പോകരുത്, രാമക്ഷേത്രത്തിൽ കയറരുത് എന്ന് പറയുന്നില്ല. അപ്പോൾ ആ ഒരു നിലപാടില്ല. ഈ 3 പേർ പോകേണ്ട എന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത്. ഈ ഔദ്യോഗികമായിട്ട് ക്ഷണം കിട്ടിയ ഈ 3 നേതാക്കൾ പോകുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ആരോപണം ദുർബലമാകുന്നില്ലേ അവിടെ? ഇല്ല മഞ്ജുഷേ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സോമനാഥ് ക്ഷേത്രത്തിന്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയായിരുന്നു. അന്നും പട്ടേലിനെയോ അല്ലെങ്കിൽ മുൻഷിയെയോ തടഞ്ഞില്ല. പക്ഷേ അതിനുശേഷം ചരിത്രത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ മുൻഷിയുടെയും രാജേന്ദ്ര പ്രസാദിന്റെയൊക്കെ സ്ഥാനം എന്തായിരുന്നു? അതാണ് ചിന്തിക്കേണ്ടത്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു ഹൈക്കമാൻഡിനെതിരെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഭാവിയിൽ അത്തരത്തിലുള്ള നേതാക്കളുടെ, നമുക്ക് മറ്റുള്ള രാഷ്ട്രീയ കാര്യങ്ങളിൽ തീരുമാനമെടുത്ത ശ്രീ കരുണാകരന്റെ അടക്കമുള്ള നേതാക്കളുടെ കാര്യം നമുക്കറിയാമല്ലോ. കോൺഗ്രസിന്റെ നേതൃത്വത്തിനെതിരെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ രാഷ്ട്രീയമായ അഭിപ്രായം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പിന്നെ തുടരാനെന്ന് നമുക്കറിയാം. അപ്പോൾ സോമനാഥ് ക്ഷേത്രത്തിന്റെ കാര്യത്തിലായാലും അവിടെ കെ നായർക്ക് രാജിവെക്കേണ്ടി വന്നു, വല്ലഭായ് പന്തിന് എന്ത് പറ്റിയെന്ന് നമുക്കറിയാം. അപ്പൊ രാഷ്ട്രീയമായി ഇത്തരത്തിലുള്ള തീരുമാനമെടുത്താൽ വലിയ വില കൊടുക്കേണ്ടി വരും. പക്ഷെ ഇന്ന് കോൺഗ്രസിന് അത് ശക്തിയുണ്ടോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. ഇല്ല, അങ്ങനത്തെ ശക്തിയില്ല. അത് മാത്രമല്ല, കോൺഗ്രസിന് ഇങ്ങനെ ഒരു നിലപാടാണ് വേണ്ടത്. കോൺഗ്രസിന് രാജ്യം മുഴുവൻ ഈ വിഷയത്തിൽ ഒറ്റ നിലപാടെടുക്കാൻ കഴിയുകയുമില്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ AICC നേതൃത്വം പറയുകയാണ് ഈ 3 പേരും പൊയ്ക്കോട്ടെ, ഈ ക്ഷണം സ്വീകരിച്ചോട്ടെ എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിൽ കേരളത്തിൽ സ്വാധീനിക്കാൻ പോകുന്നു? സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ ഇതിനകം തന്നെ പല പ്രമുഖരും K മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ AICC ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ ക്ഷണം കിട്ടിയ കോൺഗ്രസ് നേതാക്കൾ പോകരുത് എന്ന്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് അത് വിഷമമാകും. ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയത് കഴിഞ്ഞ് നമ്മുടെ കേരളത്തിൽ നിന്നാണ്. അപ്പോൾ പക്ഷേ അതേസമയം ഹിന്ദി ഹൃദയഭൂമിയിൽ നോർത്തേൺ ബെൽറ്റിൽ അവിടെ കോൺഗ്രസിന് അത് ഗുണകരമാവുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ആലോചിച്ച് ഉറച്ചുള്ള ഒരു തീരുമാനമേ കോൺഗ്രസിന് എടുക്കാൻ കഴിയുകയുള്ളൂ. ആ നിലപാടിലേക്ക് വന്നു. അതായത് BJP എന്ത് തന്ത്രം മെനയുന്നോ അതിൽ വീഴരുത് എന്ന് കോൺഗ്രസിന് ആഗ്രഹമുള്ളത് കൊണ്ട് ഇത്തരമൊരു നിലപാടിലേക്ക് വന്നു. അത് താങ്കൾ പറഞ്ഞതുപോലെ കാലം തെളിയിക്കേണ്ടതാണത് ശരിയാണോ തെറ്റാണോ എന്ന്. ഞാൻ ഒരു കാര്യം കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അവിടെയാണ് BJPയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം. നോക്കൂ, ഇത്തരത്തിലുള്ള ഒരു ദേശീയ വിശ്വാസം അല്ലെങ്കിൽ രാമന് അനുകൂലമായ വലിയ പ്രചരണം അല്ലെങ്കിൽ രാമക്ഷേത്രത്തിന് അനുകൂലമായ കാര്യങ്ങൾ എല്ലാം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ 1986 ഫെബ്രുവരി 5-ാം തീയതി BJPയുടെ പാലൻപൂർ പ്രമേയത്തിൽ ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ BJP ഉറച്ചു നിൽക്കുകയും അന്ന് രാഷ്ട്രീയമായ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുരളീധരന്റെ അഭിപ്രായം തന്നെയുള്ള തിരഞ്ഞെടുപ്പിൽ വലിയ പിന്തുണയൊന്നും കിട്ടാതെയും അല്ലെങ്കിൽ വലിയ വോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ലാതെ തന്നെയാണ് ഞങ്ങൾ ഈ പ്രമേയം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അസ്തിത്വം എന്താണെന്ന് നിശ്ചയിക്കേണ്ടി വരും. ആ നിശ്ചയിച്ചതിൻ്റെ പുറത്ത് ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ദ മാസ് എഡ്യൂക്കേഷൻ, അത് ചെയ്യുവാനും എന്താണ് ദേശീയതയെന്നും എന്താണ് യഥാർത്ഥത്തിൽ ഈ ഭാരതത്തിന് ആവശ്യമുള്ളത് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് തയ്യാറാകുമ്പോഴാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിൻ്റെ കേഡറും അതിന് സമാനമായിട്ടുള്ള മാസ് ബേസും ഉണ്ടാകുന്നത്. നിർഭാഗ്യവശാൽ കോൺഗ്രസിന് തീരുമാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്ന തീരുമാനങ്ങൾ ദേശീയതയ്ക്ക് വിരുദ്ധമായിരുന്നു. ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ പറ്റിയ രാഷ്ട്രീയ ഔന്നത്യമുള്ള നേതാക്കളും ഉണ്ടായിരുന്നില്ല എന്നതിലാണ് കോൺഗ്രസ് ഇന്ന് പരാജയപ്പെട്ട് ചില ന്യൂനപക്ഷങ്ങളുടെയും അല്ലെങ്കിൽ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ പോലും, അത് രാഷ്ട്രീയമായ ന്യൂനപക്ഷങ്ങളുടെ അതുപോലെ തന്നെ മതപരമായ ന്യൂനപക്ഷങ്ങളുടെ എല്ലാം പിന്തുണ കൊണ്ട് മാത്രം നിൽക്കേണ്ടി വന്ന ഒരു ഗതികേടിലേക്ക് ആ വലിയ ഗ്രാൻഡ് ഓൾഡ് പാർട്ടിക്ക് പോകേണ്ടി വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പാർട്ടിക്ക് അസ്തിത്വമില്ലാതായിരിക്കുന്നു, യഥാർത്ഥ തീരുമാനം എടുക്കുവാനുള്ള കഴിവില്ലാതായിരിക്കുന്നു. അല്ലെങ്കിൽ ദേശീയ ബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് എടുക്കുവാനുള്ള തീരുമാനം ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ നേതാക്കൾക്ക് പോകേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞില്ല, നേരത്തെയും നെഹ്റുവിൻ അഭിപ്രായമുള്ള ആളുകൾ നെഹ്റുവിന്റെ കൂടെ ഉറച്ചു നിന്നിരുന്നു, ഭയമുള്ള ആളുകൾ നെഹ്റുവിന്റെ കൂടെ ഉറച്ചിരുന്നു. കേരളത്തിൽ എന്തുകൊണ്ടാണ്? കുറച്ച് വോട്ട് കിട്ടുന്നത് കൊണ്ടാണ്. ഞാൻ ഉറപ്പിച്ച് ചോദിക്കട്ടെ, NSSുമായി ബന്ധമുള്ള പല നേതാക്കളും ഇനി അഭിപ്രായം മാറില്ല എന്ന് പറയാൻ ബഹുമാനപ്പെട്ട മഞ്ജുഷിന് പറ്റുമോ? NSSും SNDP ഇപ്പൊ അഭിപ്രായം മാറ്റി പറഞ്ഞല്ലോ. നമുക്കറിയാം, നോക്കാലോ എത്ര പേര് കൃത്യമായിട്ട് ഇനി പറയുന്നത്. ഇന്നലെ വൈകിട്ട് ഹൈക്കമാൻഡിൽ നിന്ന് ഈ തീരുമാനം ഉണ്ടായതിന് തൊട്ട് പിന്നാലെയാണ് NSSന്റെ നിലപാട് വന്നത്. പക്ഷേ തൽക്കാലം NSSന്റെ അഭിപ്രായം NSSന്റേതാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറം ഒരു അഭിപ്രായം മറ്റു നേതാക്കൾ പറഞ്ഞിട്ടുമില്ല. പക്ഷെ അത് വെട്ടിലാക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് പറയും അദ്ദേഹം NSS തമ്മിലുള്ള അവിടെ അടുത്ത ബന്ധത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ.
അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് നോക്കണം. NSS ആയിട്ട് ബന്ധമുള്ള വേറെ നേതാക്കന്മാരുണ്ടല്ലോ, അല്ല, വേറൊക്കെ നല്ല ബന്ധം തോന്നുന്നു. NSS അവരൊക്കെ കുറേ എന്ത് നാള് പറയുന്നത് നോക്കാം. ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് പല ഫിനാൻഷ്യൽ സഹായം വരെ NSS ചെയ്തിട്ടുണ്ട്. അതിലുള്ള പത്രങ്ങളും ഫോട്ടോ ഒക്കെ നമുക്ക് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ NSSന്റെ അഭിപ്രായം കുറേ നാളുകളായിട്ട് രാമക്ഷേത്രത്തിന് അനുകൂലമായിരുന്നു. അതൊരു സുപ്രഭാതത്തിൽ വന്ന തീരുമാനമല്ല. SNDPയുടെയും ഇത്തരത്തിലുള്ള അക്ഷരം സ്വീകരിക്കുകയും രാമക്ഷേത്രത്തിന് അനുകൂലമായ പല കാര്യങ്ങളും ശ്രീ വെള്ളാപ്പള്ളി നരസിംഹൻ സാർ പലതവണ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഐക്യം കൂടി ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശരി, ശ്രീ സലീം മടവൂർ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കോൺഗ്രസിന്റെ നിലപാട് ശരിയോ തെറ്റോ? അല്ല, ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ തുടങ്ങി വെച്ചത് ഈ ചർച്ചയിൽ തന്നെ വ്യക്തമാണ്, കോൺഗ്രസ് ആണ്. 1986 അടച്ചിട്ട ബാബറി മസ്ജിദ് ഒരു ക്ഷേത്രമാക്കിയപ്പോൾ കെട്ടിടം മാറ്റുന്നതിലപ്പുറം 1986 മുതൽ ബാബറി മസ്ജിദ് ഒരു ക്ഷേത്രമാണ്. അത് ക്ഷേത്രമാക്കി മാറ്റിക്കൊടുത്തത് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ്. ഷാബാനു കേസില് രാജ്യത്തെ സുപ്രീം കോടതി വിധിക്കെതിരായി അദ്ദേഹം ഒരു നിയമം ഉണ്ടാക്കി. നിലനിൽക്കാത്ത നിയമമാണ്. ആ നിയമം ഒരിക്കലും ഒരു സംവിധാനത്തിൽ, അത് വായിച്ചു നോക്കിയാൽ തന്നെ അറിയാം, പെൺകുട്ടിക്ക് ചെലവിന് കൊടുക്കേണ്ടത് നാട്ടിലെ കമ്മിറ്റിയാണ്, പള്ളി കമ്മിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലും ഒരു കോടതിയിൽ നിലനിൽക്കാത്ത ഒരു നിയമം ഉണ്ടാക്കിക്കൊണ്ട് മുസ്ലിങ്ങളെ സഹായിച്ചു എന്ന് വരുത്തി, ശരീഅത്തിനെ സഹായിച്ചു എന്ന് വരുത്തി. അതേ മുസ്ലിങ്ങളെ സന്തോഷിപ്പിച്ചപ്പോൾ മുസ്ലിങ്ങൾ ഹിന്ദു മതക്കാരെ സന്തോഷിപ്പിക്കാനാണ് 1986 ഇതിന് ബദലായിക്കൊണ്ട് ബാബറി മസ്ജിദ് ക്ഷേത്രമാക്കി പൂജയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തു. 1986 മുതൽ ബാബറി മസ്ജിദ് രൂപം കൊണ്ട് പള്ളിയും പ്രവർത്തനം കൊണ്ട് ക്ഷേത്രവുമാണ്. 86 മുതൽ മാത്രമല്ല, 1989 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് രാജീവ് ഗാന്ധി പ്രചരണം തുടങ്ങിയത് അയോധ്യയിൽ വെച്ചാണ്. അയോധ്യയിൽ വെച്ച് രാജീവ് ഗാന്ധി പ്രസ്താവിച്ചു, രാമരാജ്യം സ്ഥാപിതമാവണമെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യണം. 1986 ക്ഷേത്രം തുറന്നു കൊടുത്ത, അല്ലെങ്കിൽ പള്ളി ക്ഷേത്രമാക്കി മാറ്റിക്കൊടുത്ത രാജീവ് ഗാന്ധിയാണ് പറയുന്നത്, രാമരാജ്യം സ്ഥാപിക്കണമെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് അയോധ്യയിൽ വെച്ച് പറഞ്ഞാൽ അത് ഈ രാജ്യത്ത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? അതേപോലെ തന്നെ 86കളിൽ 87കളിലൊക്കെ ഈ രാജ്യത്ത് വന്ന രാമായണം പോലുള്ള സീരിയലുകൾ, അത് RSSന്റെ ഒരു അജണ്ടയായിരുന്നു. ഈ വിവാദത്തോടൊപ്പം, ഇവിടെ രാമായണം സീരിയൽ കാണിക്കുന്നതിന് ആരും എതിരല്ല, പക്ഷെ ഒരു വിവാദത്തോടൊപ്പം രാമായണ സീരിയൽ കൂടെ രാജ്യത്ത്, രാമാനന്ദ സാഗറിന്റെ രാമായണ സീരിയൽ കൂടെ രാജ്യത്ത് അതിന്റെ പ്രക്ഷേപണം ആരംഭിക്കുകയും, ഇപ്പൊ നീരജ് ചൗധരിയുടെ പുസ്തകത്തിൽ ഹൗ പ്രൈം മിനിസ്റ്റർ ഡിസൈഡ് എന്ന പുസ്തകത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. കോൺഗ്രസ് നേതാവ് HKL ഭഗത് അന്ന് എതിർത്തിട്ടും ഇത് ഭാവിയിൽ ദോഷം ചെയ്യും, കോൺഗ്രസിന് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞിട്ടും ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ RSSന്റെ അജണ്ടക്കനുസരിച്ചുകൊണ്ട് അന്ന് ഈ സീരിയൽ സംപ്രേഷണം ചെയ്തു. തന്നെയല്ല, അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു ആ പുസ്തകത്തിൽ, 3 തവണ RSSും രാജീവ് ഗാന്ധിയുമായി 82നും 84നും ഇടയിൽ ചർച്ച നടത്തി. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഒരു കപിൽ മോഹന്റെ മധ്യസ്ഥതയിൽ ചർച്ച നടത്തി. ബഹുറാവു ദേവറസ് എന്ന് പറയുന്ന ബാലസാബ് ദേവറസിന്റെ സഹോദരനുമായി ചർച്ച നടത്തിയെന്ന് ആ പുസ്തകത്തിൽ പറയുന്നത്. ഇതേവരെ ആർക്കും നിഷേധിക്കാൻ സാധിച്ചിട്ടില്ല. 89 ഈ രാജീവ് ഗാന്ധി വിവാദം ഉന്നയിച്ച് ഈ പ്രശ്നത്തിൽ തലയിട്ട് മൃദു ഹിന്ദുത്വ, മൃദു വർഗീയ സമീപനത്തിലൂടെ കോൺഗ്രസ് വോട്ട് പിടിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് BJP അജണ്ട മാറ്റിയത്. 1989 തെരഞ്ഞെടുപ്പിലെ ജനതാദൾ പ്രസ്ഥാനങ്ങള് BJPയുമായി സഖ്യമായിരുന്നു. അതിനൊരു കരാറുണ്ടായിരുന്നു. 1990 വിടവാങ്ങൽ പ്രസംഗത്തില് ഇന്ത്യൻ പാർലമെന്റിൽ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് തന്നെ BP സിംഗ് അത് പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു. ബാബറി മസ്ജിദ് പ്രശ്നം, രാമജന്മഭൂമി പ്രശ്നം ഈ സർക്കാരിന്റെ കാലത്ത് ചർച്ചയിലൂടെയോ സുപ്രീം കോടതി വിധിയിലൂടെയോ പരിഹരിക്കാമെന്ന് BJP സമ്മതിച്ചിരുന്നു. അങ്ങനെ ഒരു മിനിമം ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അന്നൊരു സഖ്യം ഉണ്ടായത്. എന്നാൽ BJP മാറ്റിവെച്ച വർഗീയ അജണ്ട അത് കോൺഗ്രസ് കഴുത്തിലെടുത്ത് അണിഞ്ഞുകൊണ്ട് രാമരാജ്യം സ്ഥാപിക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞതോടുകൂടി BJP അവർ വർഗീയ അജണ്ടകളിലേക്ക് തന്നെ വീണ്ടും തിരിച്ചുപോയി. കോൺഗ്രസ് മൃദു ഹിന്ദുത്വ, മൃദു വർഗീയ അജണ്ടയുമായി വന്നപ്പോ BJP തീവ്ര വർഗീയ അജണ്ടയുമായി മുന്നോട്ട് പോയി. അപ്പൊ സ്വാഭാവികമായി രാജ്യത്ത് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി വെച്ചതിൽ കോൺഗ്രസിന് വലിയ പങ്കുണ്ട്. പക്ഷേ കോൺഗ്രസ് രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിലേക്കുള്ള ക്ഷണം അത് സ്വീകരിക്കരുത് എന്നുള്ള നിലപാടായിരുന്നുവല്ലോ താങ്കളുടെ പാർട്ടിക്കും, അല്ലേ? CPM അങ്ങനെയായിരുന്നു, CPIക്കും അങ്ങനെ തന്നെയായിരുന്നു, ഇടതുപക്ഷത്തിൽ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിക്കാതിരുന്നപ്പോൾ ഇപ്പോൾ കോൺഗ്രസിനെതിരെ നിങ്ങൾ രംഗത്ത് വരുന്നത് ശരിയാണോ ശ്രീ സലീം മടവൂർ? ചരിത്രം പറഞ്ഞുകൊണ്ട് ശരിയാണ്, കോൺഗ്രസ് എല്ലാ കാലത്തും രാമക്ഷേത്രത്തിന് അനുകൂലം തന്നെയായിരുന്നു. ഇപ്പോഴും കോൺഗ്രസ് പറയുന്നുണ്ട് ഞങ്ങൾ രാമക്ഷേത്രത്തിന് അനുകൂലമാണെന്ന്. അല്ല മഞ്ജുഷ, കോൺഗ്രസ് ഈ പ്രതിസന്ധിയിലാവാനുള്ള കാരണവും ഇതൊക്കെയാണ്. അവർ നേരത്തെ തന്നെ ഇനിയിപ്പോൾ പോകാതിരിക്കാന്നൊരു ഘട്ടം അവർക്ക് ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ അവർ ചെയ്തു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ശിലാന്യാസം നടക്കുമ്പോൾ നരസിംഹറാവു നിശബ്ദ പിന്തുണ കൊടുത്തു. അപ്പൊ ഇതൊക്കെ തന്നെ കോൺഗ്രസിനെ കേൾക്കാവോ? കേൾക്കാം.
ഇതൊക്കെ കോൺഗ്രസ് ആണ് ഇതിന്റെ ഒക്കെ എല്ലാ തലത്തിലുമുള്ള വിവാദങ്ങൾക്കും. അതേപോലെ ഒരു കാര്യം കൂടെ, അദ്വാനി ഈ രാജ്യത്ത് രഥയാത്ര നടത്തി, സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് അയോധ്യയിലേക്ക് രഥയാത്ര നടത്തി. ഇന്ത്യയിലെ കർണാടകയിൽ അന്ന് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ്. കർണാടകയിൽ വലിയ രൂപത്തിൽ ഹുബ്ലിയിലടക്കം കലാപമുണ്ടായി. ഈ ജാഥ തടയാൻ അന്ന് ഇന്ത്യയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ തയ്യാറായില്ല. അന്ന് തടഞ്ഞത് ബീഹാറിലെ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവാണ്. സമസ്തിപൂരിൽ വെച്ച് ജാഥയെ അദ്വാനി അറസ്റ്റ് ചെയ്തത്. അതോടുകൂടിയാണ് രാജ്യത്ത് വലിയ രൂപത്തിലുള്ള വർഗീയ കലാപത്തിലേക്ക് പോകുന്ന സംഭവ വികാസങ്ങളൊക്കെ നിയന്ത്രിച്ചത്. എന്നാൽ കോൺഗ്രസ് ഇതിനെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചില്ല. അവര് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപടിയെടുത്തില്ല. ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തുടക്കത്തിൽ തന്നെ വ്യക്തമാറ്റവാദ്യ നിലപാടെടുത്ത RJD ആണ്. പോകില്ല എന്നൊരു വടക്കേ ഇന്ത്യയിൽ പ്രാമുഖ്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ആദ്യമായി നിലപാടെടുത്തത് RJD ആണ്. ഞങ്ങളെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായ നിലപാടെടുത്തു. അങ്ങനെ അക്കച്ചക്ക കളിക്കുന്ന RJDയെ സംബന്ധിച്ചിടത്തോളം അവിടെ കൃത്യമായിട്ട് നിലപാടെടുത്തു. അങ്ങനെ ഒരു ഭാഗത്ത് പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വർഗീയ വോട്ടിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വർഗീയ സമീപനങ്ങളുമായി പോകുന്ന ഗവൺമെന്റിന് വേണ്ടിയിട്ട് 10 വോട്ടിന് വേണ്ടി കോൺഗ്രസ് ഇനിയും നിലപാടെടുത്താൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട ഒരു സാഹചര്യം വരുമായിരുന്നു. കോൺഗ്രസിന് ഉത്തരേന്ത്യയിൽ ഇന്നത്തെ ഈ ഇന്ത്യ സഖ്യവുമായി മുന്നോട്ട് പോലും പ്രതിസന്ധിയിലാവുമായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസ് നിർബന്ധിതരായി ഇപ്പോഴെങ്കിലും നിലപാടെടുക്കാൻ. അത് കൂടെയുള്ള ഇന്ന് കോൺഗ്രസ് ദുർബലമാണ്. കോൺഗ്രസ് കൂടുതൽ ശക്തമായി ഇന്ത്യയിൽ ഒരു പാർട്ടിയുടെ പ്രകടന പത്രികയിൽ ക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞ കോൺഗ്രസ് ആണ്. അത് നെഹ്റുവിന്റെ നയങ്ങൾക്കെതിരല്ലേ? 1990 രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഞങ്ങൾ ബാബറി മസ്ജിദ് പൊളിക്കാതെ രാമക്ഷേത്രം ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, ഈ രാജ്യത്ത് ക്ഷേത്രം ഉണ്ടാക്കലും പള്ളി ഉണ്ടാക്കലും ഒരു പാർട്ടിയുടെ അജണ്ടയല്ല, അത് മതങ്ങളുടെ അജണ്ടയാണ്. ഞങ്ങൾ ക്ഷേത്രം ഉണ്ടാക്കും അല്ലെങ്കിൽ പള്ളി ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടിയും തങ്ങളുടെ പ്രകടന പത്രികയിൽ പറയാൻ പാടില്ല. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ് ശ്രീ സേനാപതി വേണു. അപ്പോൾ നിങ്ങൾ കുഴിച്ച കുഴിയിൽ തന്നെയാണ് നിങ്ങൾ വീണിരിക്കുന്നത്. കോൺഗ്രസ് ഇപ്പോൾ കയ്യും കാലും ഇട്ട് അടിക്കുകയാണ്. പോകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ പോകേണ്ട എന്ന് AICC തീരുമാനിക്കുമ്പോൾ മറ്റ് ഘടകങ്ങൾ ഞങ്ങൾ പോകുന്നു എന്ന് പറയുന്നു. അതിനെ തടയുവാൻ എന്തായാലും AICC നേതൃത്വം തയ്യാറുമല്ല. അതിൻ്റെ ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് AICCക്ക് വരികയും ചെയ്യേണ്ടി വരികയാണ്. പക്ഷേ മുമ്പത്തെ ഈ അനുഭവങ്ങൾ അതാണിപ്പോൾ BJP നിങ്ങൾക്കെതിരെ ആയുധമാക്കുന്നത്. അത് മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ പോലും നിങ്ങൾക്കെതിരെയാണ് വിരൽ ചൂണ്ടുന്നത്. അല്ല മഞ്ജുഷേ, ഈ സലിം മടവൂറിന്റെ പാർട്ടി ഇന്ത്യയിൽ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് സലിം മടവൂർ പറയട്ടെ. ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ സോഷ്യലിസ്റ്റുകളുടെ ഏറ്റവും വലിയ നേതാവാണല്ലോ JDSന്റെ ദേശീയ അധ്യക്ഷൻ. ആ ദേശീയ അധ്യക്ഷൻ HD ദേവഗൌഡ. അങ്ങ് RJDയെ കുറിച്ച് ഇവിടെ ഊറ്റം കൊണ്ടു കഴിഞ്ഞപ്പോൾ ആ HD ദേവഗൌഡ സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ നിലപാട് എന്താണ്? പിന്നെ ഇവിടെ ഇപ്പൊ സലിം മടവൂറിന്റെ പാർട്ടിക്കോ CPM-നോ രാഷ്ട്രീയ നിലപാടെടുക്കാം. CPM-ന്റെ ഉത്തർപ്രദേശിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് 4257. അവരുടെ കഴിഞ്ഞ പാർട്ടിയുടെ എന്താ പറയുക ദേശീയ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ കേരളത്തിൽ 3 ലക്ഷമോ 5 ലക്ഷമോ അംഗങ്ങൾ, പശ്ചിമ ബംഗാളിൽ ഇതിനേക്കാൾ കൂടുതലോ കുറവോ 5 ലക്ഷം അംഗങ്ങൾ ഉള്ളിടത്ത് അവിടെ 4267 അംഗസംഖ്യ എന്ന് പറയുന്നത് 28 കോടി ജനങ്ങൾ ഉള്ളിടത്താണ്. അവിടെ CPM-നോ ഈ കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന സലിം മടവൂറിന്റെ പാർട്ടിക്കോ ഇവർക്ക് വാദോരാതെ ഏത് അവകാശവാദങ്ങളെയും വേണമെങ്കിൽ അവർക്ക് സ്വീകരിക്കാം. അവിടെ രാജീവ് ഗാന്ധിയാണ് ഇത് തുറന്നു കൊടുത്തത്. പിന്നെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ക്ഷേത്രം പണിയുമെന്നുള്ള നിലപാട് സ്വീകരിച്ചു. ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് പറയാം. ഞാൻ വിനീതമായിട്ട് ചോദിക്കുന്നു, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് എന്ന് നിങ്ങൾ പറഞ്ഞ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന HD ദേവഗൌഡ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാട് അത് സോഷ്യലിസ്റ്റുകളുടെ നിലപാടാണോ? അപ്പൊ ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടുകൾ. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ആ തീരുമാനം മറ്റൊന്നുമല്ല, ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുമായി ജാനുവരി മാസം 22-ാം തീയതി നടക്കുന്ന ചടങ്ങ് അത് BJP ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. അവരുടെ രാഷ്ട്രീയ പരിപാടിയായി അവർ മാറ്റിയിരിക്കുന്നു. ആ പരിപാടിയായി മാറ്റിയിരിക്കുന്നതുകൊണ്ട് കോൺഗ്രസ് ഔദ്യോഗികമായി അതിൽ പങ്കെടുക്കുന്നില്ല. ഇനി ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകന് ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ എന്ന നിലയിൽ അത് വെറുതെ അല്ലല്ലോ. ആ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ വരുന്നത് 2019 സുപ്രീം കോടതി. ഇത് എവിടെയെങ്കിലും ഒന്ന് അവസാനിക്കണ്ടേ ഈ പ്രശ്നം? അത് അവസാനിക്കണം എന്ന് ഞാൻ സലിം മടവൂറിനോട് ചോദിക്കുന്നു. ഒരിക്കൽ EMSന്റെ തിരൂരിലെ ഒരു പ്രസംഗം, പിന്നീട് സഹാക്കന്മാരൊക്കെ അത് നിഷേധിച്ചിട്ടുണ്ട്. ഇപ്പോ ഫക്രുദ്ദീനോട് ചോദിച്ചാൽ അറിയാം, EMS ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ വിവാദ മന്ദിരം പൊളിച്ചു കളഞ്ഞ് ആ തർക്കം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം പോലും പ്രസംഗിച്ചിട്ടുണ്ട്. അതിന്റെ പേപ്പർ കട്ടിങ്ങുകൾ ഇപ്പോഴും ഉണ്ട്. CPM സഖാക്കളൊക്കെ ചിലപ്പോൾ നിഷേധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇനി കോൺഗ്രസ് ഒരു പ്രകടന പത്രികയിൽ പറഞ്ഞെന്താ, അയോധ്യ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം. ഇവിടെ ആരെങ്കിലും
നരസിംഹറാവുവിനെ പോലെ ഒരാളുടെ ഒരു മതേതര വിശ്വാസത്തെയും മതേതര സ്വഭാവത്തെയും ഒരാളും തള്ളിപ്പറഞ്ഞിട്ടില്ല. ആ പ്രശ്നം എന്തെങ്കിലും എങ്ങനെയെങ്കിലും ശാശ്വതമായി പരിഹരിക്കണം എന്നുള്ള ഒരാഗ്രഹത്തിന്റെ ഭാഗമായി അത് സുപ്രീം കോടതിയുടെ 2019 വിധിയിൽ അത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ ക്ഷേത്രത്തിന്റെ നിങ്ങൾക്ക് മറ്റൊരു സേ ഇല്ല കേട്ടോ ശ്രീ സേനാപതി വേണു. രണ്ടിടത്തും കാല് ചവിട്ടരുത്. ഇനിയിപ്പോൾ വിട്ടു നിൽക്കുമെന്ന് പറയുന്ന നിങ്ങൾ തന്നെ ഞങ്ങളാണ് ഇത് തുറന്നു കൊടുത്തത് എന്നുള്ള നിലപാട് ഇനി പറയരുത്. കാരണം ഇനി പഴയ നിലപാടിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും ചിരിക്കുകയേ ഉള്ളൂ. അല്ല, ഞങ്ങളുടെ അങ്ങനെ ഒരു അവകാശവാദം ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ഒരു അവകാശവാദം കാലഘട്ടത്തിൽ നിങ്ങളുടെ നിലപാടിലേക്ക് തിരിച്ചു പോകരുത് എന്നാണ് പറയുന്നത്. അല്ല മഞ്ജുഷ കേക്ക്, ഒരു കാലഘട്ടത്തിലും ആ ക്ഷേത്രമോ അല്ലെങ്കിൽ അയോധ്യയോ ഞങ്ങൾ ഒരു കാലഘട്ടത്തിലും ഒരു തെരഞ്ഞെടുപ്പ് ഇഷ്യൂ ആയി ഉയർത്തിയിട്ടില്ല. നാളെയും ഞങ്ങൾ ഉയർത്തിയില്ല. 91 പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നതാണല്ലോ. അല്ല, ഞാനത് പറഞ്ഞല്ലോ. 1990 കാലഘട്ടത്തിൽ അത് ബാബറി മസ്ജിദ് പൊളിച്ചിട്ട് പണിയുന്നല്ല പറഞ്ഞത്. അയോധ്യയിലെ ക്ഷേത്രം നിർമ്മിച്ച് ഈ പ്രശ്നത്തിന് തർക്കത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന ഒരു ഫോർമുലയല്ലേ കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. ആ ഫോർമുല മുന്നോട്ട് വെക്കുമ്പോൾ എന്താ പറഞ്ഞ, ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകണ്ടേ? ഇത് കൽപ്പാന്ത കാലത്തോളം ഈ പ്രശ്നം ഇങ്ങനെ തുടരേണ്ടതാണോ നമ്മുടെ നാട്ടിൽ? അതിനൊരു പരിഹാരത്തിന് വേണ്ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ആ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചു. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ നിലപാട് എന്താ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും BJP മുൻകൈയെടുത്ത് നടത്തുന്ന, RSS മുൻകൈയെടുത്ത് നടത്തുന്ന ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മം ജനുവരി മാസം 22-ാം തീയതി നടക്കുന്ന ചടങ്ങിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ ഔദ്യോഗികമായ ആ ക്ഷണത്തെ ഞങ്ങൾ നിരസിച്ചിരിക്കുന്നു. ഞങ്ങൾ അതിൽ പങ്കെടുക്കുന്നില്ല. ഇപ്പോ 4 മഠങ്ങളിലെ ശങ്കരാചാര്യന്മാർ വരെ അവര് തന്നെ എടുത്തിരിക്കുന്ന നിലപാട് ഇതാണല്ലോ. അവർക്ക് പോലും ഈ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ അവർ പോലും ആ കാര്യത്തിൽ ഒരു പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ സുവ്യക്തമായ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ആ അഭിപ്രായം ഈ മതത്തെ അല്ലെങ്കിൽ ദൈവവിശ്വാസത്തെ രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കലർത്തേണ്ട ആവശ്യമില്ല. ഇനി ഞാനൊരു സാങ്കേതിക ചോദ്യം മഞ്ജുഷിനോട് ചോദിക്കാം. അത് സലീം മടവൂറിന്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇവിടെ ഉണ്ടെങ്കിലായിരുന്നു നമുക്ക് അറിയേണ്ടതാണ്. ഏതായാലും 2 or 3 കൊല്ലത്തിനകം അവിടെ ഒരു മസ്ജിദ് പുനഃസ്ഥാപിക്കപ്പെടും. ആ മസ്ജിദ് പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ ഈ ഇതുപോലെ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞാൽ CPM-ന്റെ നിലപാട് എന്തായിരിക്കും, ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്തായിരിക്കും? കാരണം നമ്മൾ ഇപ്പോഴത്തെ ഒരു ചോദ്യമല്ല, ചോദ്യം ഹൈപ്പോത്തറ്റിക്കലാണ്, സാങ്കല്പികമാണ്. ഏതായാലും 2-3 കൊല്ലത്തിനകം മസ്ജിദിന്റെ നിർമ്മാണവും പൂർത്തീകരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴും അവരുടെ നിലപാട് എന്തായിരിക്കും? അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ അന്നും ഇപ്പൊ നമ്മൾ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, അതാണ് ഞാൻ മഞ്ജുഷിനോട് ചോദിച്ചത്. ഇനി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനോടോ ഇടതുപക്ഷത്തിനോടോ അദ്ദേഹം താങ്കൾ സാങ്കല്പികമായിട്ടെങ്കിലും ഈ ചോദ്യം ചോദിക്കണം. ബാബറി മസ്ജിദിന് പകരമായി അവിടെ ഒരു മസ്ജിദ് നിർമ്മിച്ചു കഴിഞ്ഞ ശേഷം അതിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്ന ചടങ്ങ് അതെന്താ ആയിക്കോട്ടെ, ആ ചടങ്ങിലേക്ക് രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിക്കുമ്പോൾ സലീം മടവൂറിന്റെ പാർട്ടി പോകുമോ, CPM പോകുമോ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പോകുമോ, അതോ ഞങ്ങൾ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെ നിലപാടും പ്രസക്തമാണല്ലോ. കോൺഗ്രസ് പോകുമോ? ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അപ്പോഴും ഞങ്ങൾ ഔദ്യോഗികമായിട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ പരിപാടി എന്ന നിലയിൽ, പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ പാർട്ടി പോകത്തില്ല. ആർക്കെങ്കിലും വിശ്വാസികൾക്ക് അതിൽ പങ്കെടുക്കണം എന്ന ആവശ്യമുള്ളവർക്ക് അവർക്ക് പങ്കെടുക്കാം. ഞങ്ങളുടെ ആ കാര്യത്തിലുള്ള നിലപാട് ഞങ്ങൾ സുവ്യക്തമായിട്ട് ആ കാര്യം പറഞ്ഞിരിക്കുന്നു. അതിൽ ഒരു എന്താ പറഞ്ഞ അവ്യക്തതയുടെയും പ്രശ്നമില്ല. പിന്നെ ഞങ്ങൾ എന്തുകൊണ്ട് ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ, CPM-ന് കേരളത്തിൽ നിന്നുകൊണ്ട് ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി, സലീം മടവൂറിന്റെ പാർട്ടിക്കും അതുപോലെ മതി, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊക്കെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ എവിടെയെങ്കിലും BJP എന്ന് പറയുന്ന സംവിധാനത്തിനെതിരെ ഇന്നും തലയുയർത്തി നെഞ്ചുവിരിച്ചോടെ നിൽക്കാൻ കഴിയുന്ന ഒരൊറ്റ രാഷ്ട്രീയ ശക്തി ഇന്ത്യ മഹാരാജ്യത്ത് അത് നിലനിൽക്കുന്നുവെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കാര്യത്തിലൊക്കെ നിലപാടുകൾ എടുക്കുമ്പോൾ പല കാര്യങ്ങളും പല ഘടകങ്ങളും ഞങ്ങൾക്ക് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ആ ആലോചനയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വളരെ കൃത്യമായി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ആ തീരുമാനത്തിൽ ഇനി ഒരവ്യക്തതയുമില്ല. ഞങ്ങൾക്ക് അതിന്റെ അകത്ത് ഒരു ആശങ്കയുടെയും അർത്ഥമില്ല. പിന്നെ അവ്യക്തത എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്കിടയിൽ അവ്യക്തത ഉണ്ടാക്കിയിട്ടുണ്ട്. ആരൊക്കെ പങ്കെടുക്കാം എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട്. പിന്നെ കോൺഗ്രസ് നേതൃത്വത്തെ ധിക്കരിച്ചാലും വലിയ പ്രശ്നമില്ല എന്നതിനാൽ അവർ പോകേണ്ടവർ പോകും എന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ മുതിർന്ന നേതാക്കളാണെങ്കിൽ പോലും ഇപ്പോൾ ദിഗ്വിജയ് സിംഗിന്റെയൊക്കെ നിലപാട് എന്ന് പറയുന്നത് ശക്തമായ നിലപാടാണ്. കമൽനാഥ് ആദ്യം മുതൽ തന്നെ ആ നിലപാട് എടുത്തിരുന്നു. അപ്പോൾ വടക്കേ ഇന്ത്യയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ നേതാക്കളും ഇതേ നിലപാട് തന്നെയാണ്, പോകണം എന്ന നിലപാടിൽ തന്നെയാണ്. കാരണം അവരുടെ നിലനിൽപ്പിന്റെയും കൂടി ആവശ്യമാണിത്. അല്ല മഞ്ജുഷ, ഞാൻ ഒരു കാര്യം, അതായത് കേരളത്തിലെ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊതുവെ ഒരു സിദ്ധാന്തം എന്താ? ഭൗതികവാദത്തിൽ അധിഷ്ഠിത ഡയലക്റ്റിക് മെറ്റീരിയലിസം, അതാണ് അവരുടെ സിദ്ധാന്തം. നമുക്കറിയാം കേരളത്തിൽ CPM അവരുടെ അണികളോടും നേതാക്കളോടും ഒക്കെ പറയുന്നത് എന്താ? അമ്പലത്തിൽ പോകരുത്, വിശ്വാസികളാകരുത്, നാസ്തികരായിരിക്കണം എന്നുള്ളതാണ്.
എത്രയോ CPM പ്രമുഖരായ നേതാക്കന്മാരൊക്കെയാണ് ശബരിമലയ്ക്ക് പോകുന്നത്, ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തും. CPM ആരെയെങ്കിലും വിലക്കാറുണ്ടോ? നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി അതുകൊണ്ട് നിങ്ങളെ പാർട്ടിയിൽ നിന്ന് വിലക്കിയിട്ടുണ്ട് എന്ന്. അപ്പൊ ഇതൊക്കെ അവര് സ്വീകരിക്കുന്നു അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി. ഇത് കോൺഗ്രസിന്റെ നേരെ ആയി കഴിയുമ്പോഴേക്കും, കാരണം ഇവർക്ക് എല്ലാവർക്കും ആക്രമിക്കാനുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആയതുകൊണ്ട് ചെറുതും വലുതും, അതായത് അടവ് നയം കോൺഗ്രസിന് പറ്റുകയില്ല എന്ന ധാരണ അത് തിരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ഞങ്ങൾക്കും അടവ് നയം പറ്റാം. അതിന് ഏറ്റവും ആദ്യം ഒരു ഉദാഹരണം എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ ശ്രീ ഫഖ്റുദ്ദീൻ? കോൺഗ്രസിന്റെ ഒരു കാര്യം എന്ന് വെച്ചാലേ ഈ ദശമൂലം ദാമൂനെ പോലെയാണ്, എല്ലാവരും കൈവച്ചുള്ള ഇനി ഞാൻ പോട്ടെ എന്ന് പറയുന്നില്ലേ, അതുപോലെയാണ് കോൺഗ്രസിന്റെ ഒരു കാര്യം. അതെന്ന് വെച്ചാല് അതൊരു, പക്ഷേ ദശമൂലം ദാമു അതോടുകൂടി ചാവുന്നില്ലേ, കൈവച്ചുള്ളക്കാണ് പിന്നെ ചാവുന്നത്. അതുപോലെ തന്നെയാണ് കോൺഗ്രസ് തന്നെ. കോൺഗ്രസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യക്ക് സാധനം കിട്ടിയ കോൺഗ്രസ് ചെയ്ത തെറ്റാന്ന് പറയാം, ഇന്ത്യയിൽ മിക്സഡ് സമ്പദ് വ്യവസ്ഥ ഉണ്ടെന്ന് കോൺഗ്രസ് ചെയ്ത തെറ്റാന്ന് പറയാം, പൊതുമേഖലയെ വളർത്തിക്കൊണ്ട് കോൺഗ്രസ് ചെയ്ത തെറ്റാന്ന് പറയാം, സെക്യുലറിസത്തെ വലിയൊരു പരിധി വരെ കാത്തുവെച്ച് കോൺഗ്രസ് ചെയ്ത തെറ്റാന്ന് പറയാം, പട്ടാള ഭരണം ഇന്ത്യയിൽ വരാതിരുന്നത് കോൺഗ്രസ് ചെയ്ത തെറ്റാന്ന് പറയാം. വെറുതെ ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, കാരണം സലീം അടവൂരൊക്കെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്, അദ്ദേഹത്തിന് വിഷമിക്കാൻ എനിക്ക് താല്പര്യമില്ല, എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും, വേണ്ട. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇത് ഈ രീതിയിൽ അല്ല വേണ്ടത്, ഹിന്ദുത്വ ശക്തികളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ എതിരായിട്ടുള്ള പ്രതിപക്ഷമാണ്. അത് 90s രാജീവ് ഗാന്ധിയുടെ അവസാന കാലഘട്ടത്തിലേക്ക് എടുത്ത പൊളിറ്റിക്സും ഡൽഹി ഇമാമിൻ്റെ കത്തുമൊക്കെ കൊണ്ടുവരുന്ന ആരാന്ന് സ്വയം നോക്കിയാൽ മതി. ഞാനത് കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. അപ്പം നമുക്കിവിടെ ഒരു പ്രശ്നം അതിൻ്റെ കോംപ്ലക്സ് ആയിട്ടുള്ള നാച്ചുറൽ അപഗ്രഥിക്ക് നയിക്കുന്നില്ല. ഇതങ്ങനെ എളുപ്പം ആർക്കും ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇത് BJP വളരെ ഗ്രാജുവലായിട്ടുള്ള വളർച്ചയായിരുന്നു. ഇപ്പം ഈ പറഞ്ഞ രാമായണ മഹാഭാരത ഒക്കെ തന്നെ ഈ ടെലിവൈസ് ചെയ്യാൻ തുടങ്ങിയത് പോലും അതിന് പ്രധാനപ്പെട്ട ടെലിവിഷൻ റെവല്യൂഷൻ വരുന്നു. ടെലിവിഷൻ റെവല്യൂഷൻ, സെൻസർഷിപ്പ്, ഈ പറയുന്ന നമ്മുടെ വിഭജനമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമ പോലും നമുക്ക് ആ സമയത്ത് എടുക്കാൻ പാടില്ല. ആകപ്പാടെ ഈ പറയുന്ന ഒരു എന്താണ് ധർമ്മപുത്ര എന്ന സിനിമയാണ് ആ കാലഘട്ടത്തിൽ വന്നത്. അങ്ങനെ അത് ശക്തനും അസ്വസ്ഥമാക്കുന്ന വിഷ്വൽസ് ഒന്നും പാടില്ലായിരുന്നു. അപ്പോൾ ടെലിവിഷനൊക്കെ വന്നപ്പോൾ ലോകത്ത് എല്ലായിടത്തും ടെലിവിഷൻ വന്ന സമയത്ത് ആദ്യം ചെയ്ത കാര്യം വെച്ചാൽ അത് എല്ലാ രാജ്യങ്ങളും അവരുടെ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട പ്രധാന ഇതിഹാസങ്ങളും പുരാണങ്ങളും സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ടെലിവൈസ് ചെയ്തത്. അങ്ങനെ തന്നെയാണ് ഇന്ത്യയും ചെയ്തത്. അപ്പോൾ ആ സമയത്ത് BJP ഇങ്ങനെ വളരും, അത് അവർക്ക് ഗുണം ചെയ്യുന്ന ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് അഡ്യാനി എന്നെ പിന്നെ പറഞ്ഞിട്ടുണ്ട്, രാമൻ ഇത്രമാത്രം സ്വാധീനം ഉണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലായത് ഈ പരിപാടി തുടങ്ങിയതിന് ശേഷം, ഈ രഥയാത്ര തുടങ്ങിയതിന് ശേഷം. അതാണ് ആ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സായിരുന്നു. അതിൽ കോൺഗ്രസ്സിന് പറ്റിയൊരു അബദ്ധം വന്നെന്ന് വെച്ചാൽ അവരുടെ സംഘടനാ സംവിധാനം ചുരുങ്ങിപ്പോയി. ഈ കോൺഗ്രസിലെ സിൻഡിക്കേറ്റ് വിഭാഗം ഇന്ദിരാഗാന്ധി തമ്മിൽ അടി നടന്നതിൻ്റെ ഫലമായിട്ട് സംഘടനാ സംവിധാനം ദുർബലപ്പെടുകയും ഇന്ദിരാഗാന്ധി എന്നുള്ള ഏക വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും ഇന്ദിരാഗാന്ധി ഈ വിഭാഗത്തിനെതിരെ അവർക്ക് ഇലക്ഷൻ നിരന്തരമായി ജയിച്ചു വരേണ്ട ആവശ്യകത ആയതുകൊണ്ട് അവർ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഇസ്ലാമിനും അവർ സൃഷ്ടിച്ചു, ക്രിസ്ത്യാനിറ്റിയും സൃഷ്ടിച്ചു, പിന്നെ ഹിന്ദു മതത്തിൽ അവർ സൃഷ്ടിച്ചു. അതിനെ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ അതിനെ പുറത്ത് ജയിച്ചപ്പം കോൺഗ്രസിൻ്റെ സംഘടന പിന്നെ ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഗ്രൂപ്പുകൾ ശക്തിപ്പെട്ടു വന്നു, സംഘടനാ സംവിധാനം കോൺഗ്രസ് ദുർബലമായി. പക്ഷേ RSSനെ സംബന്ധിച്ചിടത്തോളം അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ നോക്കിയാൽ അവരുടെ സംഘടനാ സംവിധാനം അനുദിനം മെച്ചപ്പെട്ടുകൊണ്ട് വരികയാണ്. ആ സംഘടനാ സംവിധാനത്തിൻ്റെ പുറത്താണ് ഇന്നത്തെ രീതി അവർക്ക് വളർന്നു വരാൻ പറ്റിയത്. പിന്നെ അന്നത്തെ കോടതി വിധിയൊന്നും രാജീവ് ഗാന്ധി പറഞ്ഞുണ്ടാക്കിയതല്ലല്ലോ. അന്നത്തെ കോടതി വിധി വന്നത് മുസ്ലിംസിൻ്റെ നിലപാടെന്തായിരുന്നു? ഒറ്റ ദിവസം കൊണ്ട് കോൺഗ്രസിനെ അവർ മുസ്ലിം വിരുദ്ധമാക്കി. പിന്നെ രാജീവ് ഗാന്ധി എന്താണ് ചെയ്യുക? പിന്നെ രാജീവ് ഗാന്ധി അടുത്ത നിലപാട് എന്താ എടുത്തത്? രാജീവ് ഗാന്ധി അടുത്ത നിലപാട് എടുത്തതെന്ന് വെച്ചാൽ ഈ പറയുന്ന ഹിന്ദുക്കൾക്ക് ഈ പറയുന്ന അന്ന് വലിയ മുസ്ലിംസിന് അങ്ങനെ വലിയൊരു വിഷയമായിരുന്നില്ല, അത് അത്ര വലിയൊരു വിഷയമൊന്നും ആയിരുന്നില്ല. അത് പിന്നെ പൂജയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തു. അത് ബാലൻസ് ചെയ്യാനുള്ള ഈ വിഷ്ണു, നിങ്ങൾ ഈ ഹിന്ദു ദൈവങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചിരിച്ചൊക്കെ നിൽക്കുമെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ നിങ്ങൾ ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താണ് ബുദ്ധിമുട്ടി നിൽക്കുന്ന ആൾ വിഷ്ണുവാണ്. കാരണം അദ്ദേഹത്തിന് ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നുള്ളതാണ്. ഈ നിലനിർത്തി കൊണ്ടുപോകുന്നുള്ള അത്ര എളുപ്പമൊന്നുമല്ല. ഇപ്പോൾ ശിവനാണെങ്കിൽ ബ്രഹ്മാവിനാണ് ആ പ്രശ്നമല്ല, സൃഷ്ടിയും സംഹാരം മാത്രമേ ഉള്ളൂ. അതുപോലായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥിതി. അത് മനസ്സിലാക്കാതെ കോൺഗ്രസിനെ വിമർശിക്കുന്ന വലിയ അർത്ഥമൊന്നുമില്ല. ഇതാണ് അതിൻ്റെ പക്ഷേ ഇന്നത്തെ ഈ കോൺഗ്രസിൽ ഇപ്പോൾ പങ്കെടുത്താൽ ഈ ACCയുടെ തീരുമാനം മറിച്ചൊന്നായിരുന്നുവെങ്കിൽ ഈ കോൺഗ്രസിനെ മുസ്ലിം വിരുദ്ധരായിട്ട് മുദ്ര കുത്തുമായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് മുസ്ലിം വിരുദ്ധരായിട്ട് മുദ്ര കുത്തി അന്ന് ഷബാനു കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തിടും. ഈ ഷബാനു കേസ് കേസ് നടന്ന സമയത്ത് റാണിഗഞ്ചിന് മറ്റേ ഇലക്ഷൻ നടന്ന സമയത്ത് എൻ ബ്ലോക്കായിട്ട് കോൺഗ്രസിനെതിരെ അങ്ങ് വോട്ട് ചെയ്തു വരും. അതാണ് രാജീവ് ഗാന്ധി പേടിച്ചു പോയത്. പിന്നാണ് രാജീവ് ഗാന്ധി നിലപാട് മാറ്റിയത്. അപ്പോൾ ഇതാദ്യം നമ്മളെ ബേസിക് സംഭവം എന്ന് വെച്ചാൽ ഒന്ന് മനുഷ്യൻ, നിങ്ങൾ അത് തന്നെ എടുത്തോ. രണ്ടാമത്തത് നമ്മുടെ രാജ്യം. ഇതൊക്കെ കഴിഞ്ഞിട്ട് രാഷ്ട്രീയം മതി. പക്ഷേ നിങ്ങൾ കോൺഗ്രസ് താരുമ്പോൾ എങ്ങനെ 4 വോട്ട് ഇങ്ങോട്ട് പിടിക്കാം, CPM താരുമ്പോൾ എങ്ങനെ 4 വോട്ട് ഇങ്ങോട്ട് പിടിക്കാം, BJPനെ പിന്നെ രാജ്യദ്രോഹികളെയും കൂട്ടുപിടിച്ച് എങ്ങനെ BJPനെ തകർക്കാം, എങ്ങനെ ശിവസേനയെ തകർക്കാം എന്നൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി പ്രൊഡൻ്റ് ആയിട്ട് നമ്മൾ രാഷ്ട്രീയത്തെ കാണാൻ പഠിക്കണം. ഇങ്ങനെ കോൺഗ്രസ് ഒരു നിലപാട് എടുത്തത് കൊണ്ട് ഈ കോൺഗ്രസിന് ഗുണമോ ദോഷമോ എന്ന് കാലം തെളിയിക്കേണ്ടതാണെന്ന് താങ്കൾക്കും ആ നിലപാടാണല്ലോ. പക്ഷെ അങ്ങനെയാണോ? കാരണം ഇങ്ങനൊരു നിലപാട് എടുത്തത് കൊണ്ട് കോൺഗ്രസിന് ഇപ്പോഴത്തെ കോൺഗ്രസിൽ അവർക്ക് നിലപാടുണ്ടായല്ലോ ശക്തമായിട്ട്.
ഇനി ആ ഇത്തരം നിലപാടുകൾ തന്നെ എടുത്തു പോകുക. കാരണം ഒരു ബി ടീമായി നിന്നതുകൊണ്ട് കാര്യമില്ല. അപ്പം നമ്മുടെ മുന്നിൽ ഈ പറയുന്ന ഒരു മുതുഹിന്ദുത്വ ലൈൻ കോൺഗ്രസ് പിടിക്കണമോ? കോൺഗ്രസ് ആ നിലപാടുണ്ടായിരുന്നു, ഗാന്ധിക്ക് നിലപാടുണ്ടായിരുന്നു, ഹിന്ദുത്വം എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അതിൽ ഗാന്ധിക്ക് ആ നിലപാടുണ്ടായിരുന്നു, പിന്നെ ഈ ഇന്ദിരാഗാന്ധിയൊക്കെ ആ നിലപാടുണ്ടായിരുന്നു. ആ ലൈനിൽ പോകണമോ? അതല്ല നെഹ്റുവിനെ പോലെ ഒരു വെസ്റ്റേൺ മൈൻഡഡ് മോഡേണിറ്റി, ആ കംപ്ലീറ്റ്ലി ഇന്ത്യനൈസ്ഡ് ഭാരതീയ ദർശനങ്ങളൊക്കെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടല്ല, ചില ദർശനങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ദർശനമല്ലേ ഉള്ളൂ, 6 സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി ഉണ്ട്, അതിനെ കുറേയൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയത്. ആ രീതിയിൽ ലൈൻ പിടിക്കണം എന്നുള്ളതായിരുന്നു. അതിലെനിക്ക് രാഹുൽ ഗാന്ധി ഇന്നൊരു സാകല്യത്തിൽ എത്തിയിട്ടുണ്ട്, എന്നുവെച്ചാൽ സിന്തസിസിൽ എത്തിയിട്ടുണ്ട്. ആ സിന്തസിസാണ് ഇവിടെയുള്ള ഒരു സെൻട്രൽ ലെഫ്റ്റ് CPM ഒക്കെ എടുക്കുന്ന പോലെയുള്ള, അല്ലെങ്കിൽ ഇവർ സോഷ്യലിസ്റ്റ് എങ്ങനെ ഞാനിപ്പോൾ പറയുക, കാരണം ഇപ്പം ദേവഗൗഡയുടെ സ്ഥിതി ഉണ്ടല്ലോ. ഏതായാലും കേരളത്തിലെ ഈ പറയുന്ന നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ മടവൂരിൻ്റെയൊക്കെ വിഭാഗം എടുക്കുന്നത് പോലെയുള്ള ഒരു സെൻട്രൽ ലെഫ്റ്റ് പൊസിഷൻ എടുത്തുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകാം. ഇവിടെ ഒരു വലതുപക്ഷ പൊസിഷൻ എടുക്കാം, ഇവിടെ BJP ഉണ്ട്, അവർ അത് ശക്തമായി ചെയ്യുന്നുണ്ട്. ഇനി ആ രീതിയിൽ ഐഡിയോളജിക്കലി മുന്നോട്ട് പോകാം എന്നുള്ള നിലപാടിലായിരിക്കും കോൺഗ്രസ് എത്തിയിട്ടുണ്ടാവുക. ആ രീതി ശക്തമായിട്ടുള്ള ഉപദേശം അവരുടെ ബുദ്ധി കേന്ദ്രത്തിൽ കിട്ടിയിട്ടുണ്ടാവും. അതാണ് ഇത്തരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയത്തിൽ അവർ ഇത്തരം നിലപാടെടുത്തതെന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ശ്രീ PR ശിവശങ്കർ, കോൺഗ്രസിനൊരു നിലപാടെടുക്കാൻ കഴിഞ്ഞതിലെങ്കിലും കോൺഗ്രസിനെ അഭിനന്ദിക്കൂ താങ്കൾ. ഒരു നിലപാടില്ലാതെ 22-ാം തീയതി വരെ പോവുകയായിരുന്നുവെങ്കിൽ നമുക്ക് ആ ദിവസം വരെ അവരെ വിമർശിക്കാമായിരുന്നു. മറ്റൊരു കാര്യം താങ്കൾ മറുപടി പറയേണ്ടത്, സേനാപതി വേണു പറയുകയുണ്ടായി ശങ്കരാചാര്യന്മാർ പങ്കെടുക്കുന്നില്ല എന്ന്. അത് 2 തരത്തിൽ അത് കാണുന്നുണ്ട്, ആ വാർത്തകൾ വരുന്നുണ്ട്. ഒരു ശങ്കരാചാര്യരുടെ ഒരു വീഡിയോയും പ്രചരിക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നതിന് കാരണമായിട്ട് പറയുന്നത് പണി തീരാത്ത ക്ഷേത്രമാണ്, അതുകൊണ്ട് ശാസ്ത്രവിധി പ്രകാരം പ്രതിഷ്ഠ നടത്തിക്കൂടാ, അതുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്നാണ്. ഇതിലെന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടോ? BJP വൃത്തങ്ങൾ പറയുന്നത് അത് തെറ്റായ വാർത്തയാണ് പ്രചരിക്കുന്നത് എന്നാണ്, അങ്ങനെയാണോ? മഞ്ജുഷ, ഞാൻ ശങ്കരാചാര്യരുടെ വിഷയത്തിലേക്ക് വരാം. അതിനു മുൻപ് ഇപ്പം നോക്കൂ, ഇവിടെ ചരിത്രം തന്നെ ഈ സലീം മടവൂരിനെ പോലെ ആൾക്കാർ തെറ്റായി വ്യാഖ്യാനിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടായിരിക്കില്ല, അദ്ദേഹം കുറച്ചുകൂടി ഈ കാര്യങ്ങളിലൊക്കെ നല്ല ഗ്രാഹ്യമുള്ള ആളാണ്, പക്ഷേ മറ്റൊരു രീതിയിൽ പറയാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഇപ്പോൾ നോക്കൂ, 1948 മുതൽ പൂജ തുടങ്ങിയതാണ്, 86 തൊട്ട് തുടങ്ങിയല്ല, അതിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ രാമക്ഷേത്രത്തിൻ്റെ ഒരു ചരിത്രം അത് 11-ാം നൂറ്റാണ്ടിൽ തുടങ്ങുന്നതാണല്ലോ. അത് ആർക്കിയോളജി ഓഫ് ഇന്ത്യയുടെ ഒക്കെ വർഷങ്ങളായിട്ടുള്ള അതിൻ്റെ ഖനനം ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം 11-ാം നൂറ്റാണ്ടിൽ തന്നെ അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നെന്നും അത് BJPക്കൊന്നും ഒരു ശക്തം ഇല്ലാത്ത കാലഘട്ടത്തിൽ 1976 BS ലാൽ പോലെയുള്ള ആളുകളും പിന്നെ അന്ന് മുഹമ്മദിനെ പോലുള്ള KK മുഹമ്മദിനെ പോലുള്ള ആളുകളെല്ലാം അന്ന് ഖനനം നടത്തിയിട്ട് ആർക്കിയോളജിക് സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അന്ന് ക്ഷേത്രം ഉണ്ടായിരുന്നെന്നും അത് സുപ്രീം കോടതിയുടെ വിധിയിലും ആ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എത്രയേറെ ക്ഷേത്രങ്ങൾ അത് പൊളിച്ചിട്ടാണ് ഈ 15-ാം നൂറ്റാണ്ടിലുള്ള ക്ഷേത്രം ബാബറി മസ്ജിദ് ഉണ്ടാക്കിയതെന്നും ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അവിടെ രാമക്ഷേത്രം 10-ാം നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഉണ്ടായിരുന്നുവെന്നും അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെതായ പില്ലറുകളെല്ലാം ഉണ്ടായിരുന്നെന്ന് കാണാം. 48 കൊണ്ടാണ് പൂജ നടന്നിട്ടുണ്ട് സ്വാതന്ത്ര്യം കിട്ടിയ മുതൽ. അത് എത്രയോ 500 വർഷങ്ങളായി നിരന്തരമായിട്ടുള്ള യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നത് ചരിത്രമുണ്ട്. ആ ചരിത്രത്തെ എല്ലാം മറന്നുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഒരു അവകാശവും ഇല്ല എന്നുള്ള രീതിയിൽ ചരിത്രത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അത് ഒരു ചർച്ചയിൽ പറയാവുന്ന കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യം അതായിരിക്കാം, പക്ഷേ രാഷ്ട്രീയമായി ശരിയല്ല, ചരിത്രപരമായി ശരിയല്ല, ധാർമ്മികമായി പൂർണ്ണമായും തെറ്റുമാണ് ഈ ഇത്തരം ആരോപണങ്ങൾ. അല്ലെങ്കിൽ ഇത് വെറും രാഷ്ട്രീയ ആരോപണങ്ങളോ അദ്ദേഹത്തിൻ്റെ അജ്ഞതയോ മാത്രമാണ്. 2, ഇവിടെ ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യം, ഇപ്പം ഫക്രുദ്ദീൻ അലി വരെ പറഞ്ഞിരുന്നു, അദ്ദേഹം പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്, രാമായണം സീരിയൽ വന്നതുകൊണ്ടാണ് BJPക്ക് ഈ രാഷ്ട്രീയം സുഗമമായി നടത്തുവാൻ പറ്റിയത്, അല്ലെങ്കിൽ ഈ രാമക്ഷേത്രത്തെക്കുറിച്ചിട്ടുള്ള ഈ BJPയുടെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ കൂടുതൽ രാമക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ വിപുലമായി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിയത് വരുന്നുണ്ട് കേട്ടോ. ഒന്ന് നോക്കണേ, ഇറ്റ്സ് ഡിസ്റ്റർബിങ്, ഇറ്റ്സ് റിയലി. ശരി, അല്ല ഞാൻ പിൻവലിക്കുന്നു. അങ്ങ് പറഞ്ഞിട്ടില്ല, അങ്ങ് പറയില്ല എന്ന് എനിക്കറിയാം. ഞാൻ ചോദിച്ചു, അങ്ങ് പറഞ്ഞെങ്കിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നു, മടവൂർ പറഞ്ഞ എനിക്ക് വിഷമമില്ല. ആലോചിച്ച് നോക്കൂ, ഞാൻ അത് രാമായണത്തെ കുറിച്ചിട്ടുള്ള ഒരു സീരിയൽ വന്നത് കാരണമാണെന്നുള്ള ഒരു വാദമുഖം അവിടെ ഇരിക്കട്ടെ. 2, നമുക്കറിയാമല്ലോ, ഇപ്പം ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു സീരിയൽ നടിയായിട്ടുള്ള ഒരു ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള പറഞ്ഞിരുന്നു, കേരളത്തിലെ സീരിയൽ പോലും അമീഷയാണ് നിർമ്മിക്കുന്നത്, അത് ഹിന്ദു വർഗീയ സീരിയലുകളാണ്, സവർണ സീരിയലുകളാണ്, അത് BJPയുടെ തന്ത്രമാണെന്ന്.
നോക്കൂ, ഇതെല്ലാം BJPയുടെയോ RSSന്റെയോ രാഷ്ട്രീയമായ പ്രവർത്തനം അറിയാത്തത് കൊണ്ടാണ്. ഇപ്പൊ സേവാ പ്രവർത്തനങ്ങൾ BJPയോ RSSന്റെയോ പിന്തുണയുള്ള അല്ലെങ്കിൽ അതിൻ്റെതായ ഭാഗമായിട്ടുള്ള സേവാ പ്രവർത്തനങ്ങൾ എത്ര കേന്ദ്രങ്ങളിൽ, 1000-ഓളം കേന്ദ്രങ്ങൾ കേരളത്തിൽ മാത്രം നടക്കുന്നു. ഈ 14 ജില്ലകളിൽ ഞങ്ങൾക്ക് ഈ RSSുമായി ബന്ധപ്പെട്ട് എത്രയേറെ ഒരു ഈ പറയുന്ന കുട്ടികളൊക്കെ വളർത്തുന്ന അനാഥ കേന്ദ്രങ്ങളെല്ലാം അടക്കമുള്ള ഒരു ജില്ലയിൽ 10 എണ്ണമുണ്ട്. അതുപോലെ സ്കൂളുകൾ 400 ചില്ലാൻ സ്കൂളുകളുണ്ട്. ഇതെല്ലാം BJPയുടെയോ RSSന്റെയോ ഒക്കെ പ്രവർത്തനപരമായി ഇവിടെ കേരളത്തിലുണ്ട്. കേരളത്തിൽ പോലുമുണ്ട്. ഒരിക്കൽ പോലും ഭരണം കിട്ടാത്ത ഒരു MLA പോലും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്രയേറെ സേവനങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും ചെയ്യാൻ പറ്റുന്നു. ഇതൊന്നും കാണാണ്ട് രാമായണമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും സീരിയലാണ് ഇതൊന്നും പറഞ്ഞതുകൊണ്ട് രാഷ്ട്രീയമായി BJPയെ നേരിടാൻ പറ്റില്ല, അല്ലെങ്കിൽ RSSനെ നേരിടാൻ പറ്റില്ല, ഇവിടുത്തെ ഹിന്ദുത്വ വിശ്വാസത്തെ നേരിടാൻ പറ്റില്ല. ഇതെല്ലാം ചരിത്രമാണ്, കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ഫർഖ് പറഞ്ഞത് ഇത് ഒരു വളരെ നിരന്തരമായ പ്രവർത്തനം ഇതിന്റെ പുറകിലുണ്ട്. ഇതിനെല്ലാം കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ന്യൂസ് സീരിയലുകളിലും മാത്രം വരുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് വിശ്വസിക്കുന്നതാണ് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ്. ഗ്രാമങ്ങളിൽ ഏറ്റവും കൂടുതൽ ശക്തമായ അടിത്തറയുള്ള ഒരുപക്ഷെ CPM കഴിഞ്ഞാൽ ഇന്ന് BJPക്ക് തന്നെയാണ്, സംശയമില്ല. കോൺഗ്രസ് പോലും ഒരു വിവാദ വിഷയമായി മാറിയിട്ടുണ്ട് ശങ്കരാചാര്യരുടെ വിഷയം. ശങ്കരാചാര്യർമാർ പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം അതിവിടെ സേനാപതി വേണു അത് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട്, ഈ കേരളത്തിലെല്ലാം ഇത്തരത്തിൽ CPM അഭിപ്രായം പറഞ്ഞത് പലകുറി മാറ്റിയിട്ടുണ്ട്. CPM അഭിപ്രായം പറഞ്ഞാൽ മാറ്റില്ല എന്നല്ല. ഇപ്പൊ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞു. എത്ര സുപ്രഭാതത്തിൽ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല എന്ന് ഗോവിന്ദൻ മാഷ്, അദ്ദേഹം CPMന്റെ സെക്രട്ടറി, അദ്ദേഹം വളരെ ജനങ്ങൾ പത്രപ്രവർത്തകരുടെ മുമ്പിൽ പറയുകയും മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ CPM അഭിപ്രായം മാറ്റില്ല, വിവേകാനന്ദനെ കുറിച്ചുള്ള അഭിപ്രായം മാറ്റില്ല, ധാരാളമുണ്ട്, ഞാൻ പറയുന്നില്ല. അപ്പോ ഇനി മഞ്ജുഷ് ചോദിച്ച ഇദ്ദേഹത്തിന്റെ കാര്യം, പുരി ശങ്കരാചാര്യരെ കുറിച്ചിട്ടൊക്കെ കേട്ടെ. ഇപ്പം 4 ശങ്കരാചാര്യരെന്ന അഭിപ്രായം പറയുന്നത് ശൃംഗേരി ശങ്കരാചാര്യർ അവരുടെ ട്രസ്റ്റ് കൃത്യമായി പത്രപ്രസ്താവന നടത്തിയിട്ടുണ്ട്, പ്രസ് റിലീസ് ഇറക്കിയിട്ടുണ്ട്, അതിൻ്റെ കോപ്പിയുണ്ട്. ഞാൻ മഞ്ജുഷിനെ ഇപ്പോൾ അയച്ചു തന്നേക്കാം. അപ്പോൾ 4 എണ്ണത്തിൽ ഒരു ശങ്കരാചാര്യരുടെ ഭാഗത്തുനിന്ന്, ശൃംഗേരിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായി പ്രസ്താവന വന്നിട്ടുണ്ട്. പുരി ശങ്കരാചാര്യരുടെ ഭാഗത്തുനിന്ന് എതിരായിട്ടും വന്നിട്ടുണ്ട്. ബാക്കി 2 പേരുടെയൊന്നും യാതൊരു വന്നിട്ടില്ല. അവർ തെറ്റാണെന്നും പറഞ്ഞിട്ടുണ്ട്, അവർ പിന്തുണയ്ക്കുന്നൊന്നുമില്ല, ഇതിനെ എതിർക്കുന്നൊന്നുമില്ല. ഒരു ശങ്കരാചാര്യ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണല്ലോ അല്ലേ? അത് ശരിയാണല്ലോ. ഏത് മഠത്തിലെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാനിപ്പോൾ ആ വീഡിയോ കിട്ടുന്നുമില്ല. ഞാനിപ്പോൾ സെർച്ച് ചെയ്ത് നോക്കുകയും ചെയ്തു. ഞാൻ കണ്ടിരുന്നു. അതിൽ പറയുന്നത് ശാസ്ത്രവിധി പ്രകാരമല്ല പ്രതിഷ്ഠ നടക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്നാണ്. സേനാപതി വേണുവിന് അത് കുറച്ചുകൂടി നന്നായിട്ട് അറിയാമായിരിക്കും. താങ്കൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. വേണു അല്ല, അതിന് പല കാരണങ്ങളുണ്ട്. അല്ല, വേണു അത് ഉന്നയിച്ചുകൊണ്ടാണ്. വേണു അതിനകത്ത് ക്ലാരിഫിക്കേഷൻ ഉണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ശങ്കരാചാര്യരാൽ സ്ഥാപിക്കപ്പെട്ട 4 മഠങ്ങളുടെ അതാണല്ലോ പിന്തുടർച്ച. ഈ ഹൈന്ദവതയുടെ ഏറ്റവും ഒരു ആധികാരികമായിട്ടുള്ള ആ മഠത്തിൽ നിന്ന് പോലും അവര് പോലും പറയുന്നു ഞങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നില്ല. കാരണം ഇത് പൂർണ്ണമായും പണിതിട്ടുള്ള ക്ഷേത്രമല്ല. അങ്ങനെ പൂർണ്ണമായി പണിയാത്ത ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നത് അത് ആചാരപ്രകാരം ശരിയല്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അവർക്ക് പോലും കൺഫ്യൂഷൻ നിൽക്കുന്ന ഈ സംഭവത്തെ കുറിച്ച് അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞാൻ പറഞ്ഞത്, ഇതിൽ ആധികാരികമായിട്ട് അഭിപ്രായം പറയാൻ ബാധ്യതയായിട്ടുള്ള പുരിയിലെയും ശൃംഗേരിയിലെയും ദ്വാരകയിലെയും ജോഷിമഠ്, അതായത് കേദാർനാഥ്, ഇതിലെ ഒക്കെ എന്താ പറഞ്ഞ നിലവിലെ ശങ്കരാചാര്യന്മാര് അവര് പോലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോ BJPയെ സംബന്ധിച്ച് നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയം നിങ്ങൾക്ക് പക്ഷെ ഈ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടവർ പോലും. ശിവശങ്കർ അതിനുള്ള മറുപടി താങ്കൾ റിസർച്ച് ചെയ്തിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായും വന്നിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് അദ്ദേഹം പറഞ്ഞതിൽ ഒരു ചെറിയ തെറ്റുണ്ട്. ശൃംഗേരി, ദ്വാരക, ബദരി, പുരി, ഇത് 4 മഠങ്ങളാണ് ശങ്കരാചാര്യ സ്വാമികൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ പുരി ശങ്കരാചാര്യർ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നിരന്തരമായി നരേന്ദ്രമോദി എന്താണ് ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുള്ളത്, ഇത് മറ്റൊന്നും ഈ രാമക്ഷേത്രത്തെക്കുറിച്ച് ഒന്നും ചെയ്യുന്നില്ല, ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് കുറെ കാലങ്ങളായി നരേന്ദ്രമോദിക്കെതിരെയും BJPക്കെതിരെയും അദ്ദേഹം നിരന്തരമായ രാഷ്ട്രീയ പ്രസ്താവനകൾ എന്ന് തോന്നുന്ന തരത്തിലുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. പിന്നെ പുരി ശങ്കരാചാര്യരുടെ പല പ്രസ്താവനകളും കോൺഗ്രസിന് അല്ല ലെറ്റ് മീ ജസ്റ്റ് കംപ്ലൈന്റ്. അപ്പോൾ പുരി ശങ്കരാചാര്യരുടെ പല അഭിപ്രായങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വയ്യാണ്ടായി പോവും. മുസ്ലിങ്ങൾക്കെതിരെയൊക്കെ അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ പറ്റില്ല. 1. 2, ഞാൻ അതവിടെ നിൽക്കട്ടെ.
രണ്ട്, ഈ കാലാകാലങ്ങളായി ശങ്കരാചാര്യന്മാർ എല്ലാ അഭിപ്രായത്തോടും യോജിച്ചിട്ടില്ല. 4 ശങ്കരാചാര്യന്മാർ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ധാരാളം അത്തരത്തിലുള്ള വീഡിയോസ് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞുതരാം. ശങ്കരാചാര്യരുടെ ദ്വൈത അദ്വൈത വിശ്വാസത്തിൽ പല തീരുമാനങ്ങളിലും എതിരഭിപ്രായം ഉണ്ടായിട്ടുണ്ട് ശങ്കരാചാര്യന്മാർക്ക് തമ്മിൽ, ആചാര്യന്മാരുടെ കൂട്ടം. ഇത് രാമായണ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2, ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ശ്രീരാമ ജന്മഭൂമിയും അവിടുത്തെ ക്ഷേത്രവും രാമാനന്ദ സമ്പ്രദായം എന്നുള്ള. ശരി, എനിക്കൊരു ഇടവേള വേണം. ഇടവേള കഴിഞ്ഞ് ശിവശങ്കറിലേക്ക് വരാം. ഇടവേളയ്ക്ക് ശേഷം ശിവശങ്കറിലേക്ക് വരാം. ഒരു ചെറിയ ഇടവേള വേണം, അതുകൊണ്ടാണ് 8 മണിക്ക് മുമ്പ് വേണ്ടതാണ്. ശരി, ഞാൻ ഇടവേളയ്ക്ക് ശേഷം വരാം. അയോധ്യ പ്രതിഷ്ഠയ്ക്ക് പോകില്ലെന്ന കോൺഗ്രസിന്റെ നിലപാട് ഗുണമോ ദോഷമോ ചെയ്യാൻ പോകുന്നത്? ശ്രീ PR ശിവശങ്കർ, താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ഫക്രുദ്ദീൻ അലിക്ക് പോകുവാൻ ധൃതിയുള്ളത് കൊണ്ടാണ്. ശ്രീ ഫക്രുദ്ദീൻ അലി, ശങ്കരാചാര്യരുടെ വിഷയം അത് കോൺഗ്രസ് സമർത്ഥമായി ഉപയോഗിക്കുവാൻ നോക്കുന്നുണ്ട്. അത് എങ്ങനെയാണ്? അത് കോൺഗ്രസ് അത് ഉപയോഗിക്കാൻ പറ്റുമോ? ശങ്കരാചാര്യന്മാർ പോകുന്നില്ല എന്ന ആ ഒരു പ്രചാരണം കോൺഗ്രസിന് സത്യത്തിൽ എനിക്കത് വലിയൊരു ആശ്വാസമായിരിക്കും. കാരണം കോൺഗ്രസ് ശങ്കരാചാര്യ എന്ന് പറഞ്ഞാൽ ഹിന്ദുമതത്തിൻ്റെ ആചാര്യം, ശൈവ കൾട്ടാന്ന് പറയാം, പിന്നെ മറ്റേ വൈഷ്ണവ കൾട്ടാണ് രാമെന്ന്. പക്ഷേ അങ്ങനെ കാണാൻ ഇന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അത് മറ്റേ പൊന്നിൻ സിനിമയുടെ കാലത്തല്ലേ അങ്ങനെ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ ആചാര്യന്മാരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നിലപാട് വന്നത് സത്യത്തിൽ കോൺഗ്രസിന് ആശ്വാസമാണ്. അവർക്ക് വലിയൊരു ആശ്വാസമാണ്. കാരണം അവർക്ക് അത് വെച്ച് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി ഉത്തരേന്ത്യയിലൊക്കെ. അതുകൊണ്ട് രാഷ്ട്രീയം ഞങ്ങൾ മാത്രമേ ഇദ്ദേഹം പറഞ്ഞു എന്നൊക്കെ അവർക്ക് അത് അവരുടെ ഒരുമിച്ചുള്ള ഒരു നിലപാടാണെന്ന് തോന്നുന്നു. ഒരാളെ കിട്ടിയാൽ മതി. നിങ്ങൾ അറിയില്ലേ, ഈ ഞാൻ എത്രത്തോളം ശരിയാണെന്നറിയില്ല, ഈ നാരായണ ഗുരു നമ്മൾ പൊതുരംഗത്തുണ്ട് ഡോക്ടർ പൽപ്പുവിന് വലിയൊരു പങ്കുണ്ടായിരുന്നു. അതിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കത് ശരിയാണെന്നറിയില്ല, ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള അത് വിവേകാനന്ദ സ്വാമിജി ഇവിടെ വന്നപ്പോൾ പൽപ്പ് പോയി കാണി. അപ്പം പൽപ്പുവിനോട് പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ട് കാര്യമില്ല, നമ്മുടെ സമൂഹത്തിൽ ഒരു സന്യാസി വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെ കൂട്ടുന്ന ഒരു സന്യാസിയെ കൊണ്ടുവരൂ, അദ്ദേഹത്തിന് കൊണ്ട് റിഫോം മൂവ്മെൻറ്റ്സ് ലീഡർഷിപ്പ് കൊടുക്കും എന്ന് പറയും. അങ്ങനെയാണ് നാരായണ ഗുരുവിനെ പൽപ്പ് പോയി സമീപിക്കുന്നതൊക്കെയാണ് കേട്ടിട്ടുള്ളത്. എനിക്ക് ശരിയാണെന്നറിയില്ല, ഞാനൊരു ക്ലാസ് കേട്ടിട്ടുള്ളതാണ്. അപ്പം അത് ശരിയാണെങ്കിലും ഇല്ലെങ്കിൽ പോലും ഇന്ത്യൻ സമൂഹം, എസ്പെഷ്യലി ഉത്തരേന്ത്യയിൽ, കേരളത്തിലല്ലേ നിങ്ങൾക്ക് ഇതിനോട് കാവ്യം കാണുമ്പോൾ പുച്ഛോ? നിങ്ങൾ കേരളത്തിൽ കാവ്യം എന്ന് വെച്ചാൽ RSS കാവ്യമാണല്ലോ, അതല്ലല്ലോ. ഉത്തരേന്ത്യ കാവ്യം എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥമാണ്. അപ്പോൾ അവിടെ ഒരു സന്യാസി വര്യൻ അങ്ങനെ അഭിപ്രായം പറയുമ്പോൾ അത് കോൺഗ്രസിന് വലിയൊരു ആശ്വാസമാണ്. ജനങ്ങളെ അവരുടെ ഒരു സൈഡ് കൺവിൻസ് ചെയ്യിക്കാൻ അവർക്ക് പറ്റും. ഈ ഒരു വരൾച്ചയിൽ കോൺഗ്രസിന് കിട്ടിയ ഒരു ആശ്വാസം തന്നെയാണ്. കേരളത്തിലാകട്ടെ ഈ NSSന്റെ നിലപാട് BJP ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അല്ല, അത് NSS ഓരോ കാര്യത്തിനും കൃത്യമായ നിലപാടാണ്. രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാടെടുക്കുന്നുള്ളത് ശബരിമലയാണെങ്കിൽ ഈ കോൺഗ്രസ്സുകാരും BJPക്കാരും ഈ നിലപാടായിരുന്നില്ലല്ലോ. NSSന്റെ നിലപാട് കണ്ടാണ് അവർ നിലപാട് മാറ്റിയെന്ന് പറയാം. അവർക്ക് അവരുടെ നിലപാടുണ്ട്, അത് രാഷ്ട്രീയക്കാരെ നോക്കിയിട്ടല്ല. ആ നിലപാട് ഈ വിഷയത്തിൽ, അതായത് റൂൾ ഓഫ് ലോ അനുസരിച്ചാണ് ഈ പറയുന്ന ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ പോകുക എന്നുള്ളത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതാണ് പറഞ്ഞത്. പിന്നെ ഈ പ്രതിപക്ഷ നേതാവ് NSS ആയിട്ട് വലിയ ബന്ധമല്ല, നിങ്ങൾക്ക് തന്നെ അറിയാലോ. NSSനെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, NSS മുഖവിലൊക്കെ എടുക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. അവരെന്ത് നിലപാടെടുക്കുന്നു എന്നുള്ള പ്രദേശം എനിക്ക് അവരായിരിക്കും ഇനി വെട്ടിലാകാൻ പോകുന്നത്. അവർക്കിനി അഭിപ്രായം പറയാൻ ബുദ്ധിമുട്ടോ? ശരി, ശ്രീ PR ശിവശങ്കർ, താങ്കൾ പറഞ്ഞു വന്നത് ശങ്കരാചാര്യരുടെ നിലപാടാണ്. ഒരു ശങ്കരാചാര്യരാണെങ്കിൽ പോലും അത് കോൺഗ്രസിന് ഗുണകരമാകും വിട്ടുനിൽക്കുന്നത്. ഇതാണ് ശ്രീ ഫക്രുദ്ദീൻ അലിയുടെ അഭിപ്രായം. താങ്കൾ എന്താണ് അതിന് മറുപടി നൽകുന്നത്? അല്ല, അതിൽ ഫക്രുദ്ദീൻ അലിയുടെ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. കാരണം അദ്ദേഹം പുരി ശങ്കരാചാര്യ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുവരെ പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ശങ്കരാചാര്യന്മാർക്ക് അതിൻ്റെതായ വിലയുണ്ട്, സമൂഹത്തിൽ വിലയുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ പലപ്പോഴും പൊതുജനം അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ഒരു ഉത്തരേന്ത്യൻ ജനത പോലും യാതൊരു വിധത്തിൽ എടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് അത്തരത്തിലുള്ള വില കൊടുത്തിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പറഞ്ഞ തീവ്രമായ പല അഭിപ്രായങ്ങളും CPM-നും മുസ്ലിം ലീഗിനും പോലും, അല്ലെങ്കിൽ ശിവസേനയ്ക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത തീരുമാനങ്ങളാണ് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളൊക്കെ പലപ്പോഴും കോൺട്രവേഴ്സിയാണ്. ഞാൻ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. 2, ഈ സമ്പ്രദായങ്ങളുടെ വ്യത്യാസം. അതിൽ ശങ്കരാചാര്യ പ്രതിനിധീകരിക്കുന്ന ശൈവ ശാക്തേയ സമ്പ്രദായങ്ങൾക്ക് ചില എതിരഭിപ്രായം ഉണ്ടാവാം. ഒരു പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, കേരളത്തിലെ താന്ത്രിക വിധി പ്രകാരമല്ല അത് സ്ഥാപിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ചില താന്ത്രിക ശക്തരായ ആളുകൾ അല്ലെങ്കിൽ തന്ത്രവിദ്യയിൽ പൂർണ്ണത ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് രാമക്ഷേത്രത്തിന്റെ പൂർണ്ണതയല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയുമാണ്. പക്ഷെ അവിടുത്തെ സമ്പ്രദായത്തിൽ തെറ്റുമാണ്. അപ്പോൾ ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ രീതിയുണ്ട്. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ സ്ഥാപിക്കുന്ന ക്ഷേത്രങ്ങൾക്ക് നമുക്കെല്ലാം തൊട്ട് പൂജിക്കാൻ പറ്റാവുന്ന, ശിവലിംഗങ്ങളിൽ അഭിഷേകം ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള ക്ഷേത്രങ്ങളുണ്ട്. അതും മഹാക്ഷേത്രങ്ങളായിട്ട് അതിനെ എഴുതുന്നു. അപ്പോൾ അതുകൊണ്ട്
ഇത്തരം അഭിപ്രായങ്ങളെ അതിൻ്റെ പൂർണ്ണതയിൽ ആരും അക്സെപ്റ്റ് ചെയ്യില്ല. അത് അവരുടെ ഭാഗം ശരി എന്ന് പറയാനുള്ള കാര്യമാണ്. പിന്നെ രണ്ട് ശങ്കരാചാര്യന്മാരാണ് നിലവിൽ വിട്ടുനിൽക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് താങ്കൾ സൂചിപ്പിച്ച പുരി. അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ഒരു ചടങ്ങായതുകൊണ്ട് രണ്ടുപേര് വിട്ടു നിൽക്കില്ല എന്നാ പറഞ്ഞേക്കണേ. രണ്ടുപേര് വിട്ടു നിൽക്കില്ല, രണ്ടുപേര് വിട്ടു നിൽക്കും, അങ്ങനെയാണല്ലോ അല്ലെ? ഒന്നും ജ്യോതിർമഠിലെ അദ്ദേഹം ഒന്ന് താങ്കൾ പറഞ്ഞ പുരി മഠാധിപതി പുരി ശങ്കരാചാര്യർ മാത്രമാണ് വിട്ടു നിൽക്കുമെന്ന് പറഞ്ഞത്. അല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. അദ്ദേഹം മാത്രമാണ് അത് പറഞ്ഞിട്ടുള്ളത്. അഭിമുക്തേശ്വരാനന്ദ സരസ്വതി അദ്ദേഹം ജ്യോതിർമഠിലെയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹമാണ് ഈ ശാസ്ത്രവിധിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. പുരിയിൽ താങ്കൾ പറഞ്ഞ ശങ്കരാചാര്യർ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞുകൊണ്ടാണ് താൻ പോയിട്ട് എന്താണ് കാര്യം അവിടെ ഉള്ളത് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ രണ്ടെണ്ണമാണ് ഇതിൽ. BJP വൃത്തങ്ങൾ പറയുന്നുണ്ട് അങ്ങനെയല്ല കാര്യങ്ങൾ, അത് തെറ്റിദ്ധരിക്കുന്ന വാർത്തകളാണെന്ന്. അതെ, ശൃംഗേരിയും ദ്വാരകയും കൃത്യമായിട്ട് ഈ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുരി ഞാൻ മനസ്സിലാക്കുന്നത് ശങ്കരാചാര്യരെ എതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബദരീനാഥിൽ നിന്ന് ഇതുവരെയായിട്ടും കമ്മ്യൂണിക്കേഷൻ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, എതിരായിട്ടും അനുകൂലമായിട്ടും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങളുടെയും അല്ലെങ്കിൽ ആചാരങ്ങളുടെയും ധർമാചാര്യന്മാർ തമ്മിൽ നിരന്തരം ഇത്തരത്തിലുള്ള ചർച്ചയും എതിരഭിപ്രായമൊക്കെ ഉണ്ടാവാറുണ്ട്. കുറേ പേർ പങ്കെടുക്കും. ഇപ്പോൾ വേറെ ചിലർക്ക് ഇത് 1989 ശിലാന്യാസം ചെയ്തത് ഒരു ബീഹാറിൽ നിന്നുള്ള ദളിത് നേതാവായ കാമേശ്വർ ചൗപ്പാൽ എന്നുള്ളൊരു വ്യക്തിയാണ്. അത് ശാസ്ത്രീയമായത് ശരിയല്ല അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ അന്നത്തെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാക്കൾ, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട പല നേതാക്കളും എടുത്ത തീരുമാനത്തിൽ അശോക് സിംഗാൾജിയാൻ തോന്നുന്നു ആ തീരുമാനം എടുത്തത്. ഇത്തരത്തിലുള്ള ഒരു മഹാക്ഷേത്രത്തിന്റെ ശിലാന്യാസം നടത്തേണ്ടത് ഒരു ദളിത് നേതാവായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കാമേശ്വർ ചൗപ്പാൽ എന്നുള്ള ഒരാളെ കൊണ്ട്, ഒരു മഹാനായ വ്യക്തിയെ കൊണ്ട് അവിടെ ആ ശിലാന്യാസം നടത്തിയത് 89 തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഒരു കാലാകാലങ്ങളായി വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അതെല്ലാം താന്ത്രിക വിധിപ്രകാരമാണോ അല്ലെങ്കിൽ സാമൂഹ്യ ആചാരത്തിൻ്റെ ഭാഗമാണോ, കാലാകാലങ്ങളായി നടക്കേണ്ട നവോത്ഥാനം, ഒരു ക്ഷേത്രത്തിലായാലും ഒരു ഹൈന്ദവ വിശ്വാസികളുടെ ഇടയിലായാലും നടക്കേണ്ട നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണോ നടക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു അത് നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ സമൂഹത്തിലെ ആചാര്യന്മാരും രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളും സന്യാസിമാരും എല്ലാം അടന്നു ചേർക്കുന്ന ഒരു വലിയ വിഭാഗം ഇത്തരത്തിലുള്ള നവോത്ഥാനത്തിന് വേണ്ടി നിരന്തരം ശ്രമിക്കുകയും, പക്ഷെ അപ്പോൾ അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള വാദം വരും. അവിടെയാണ് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നു എന്ന വാദം വരുന്നത്. ശ്രീ സലീം മടബൂർ, PR ശിവശങ്കറുടെ ഈ വാദം ഈ രീതിയിലായിരിക്കണം. അല്ല, ഒരൊറ്റ സെന്റൻസ് കൂടി ഞാൻ പറയാം. ഒരൊറ്റ സെന്റൻസ് ഞാൻ ഒരു സെന്റൻസിൽ പറഞ്ഞു നിർത്താം. ലോകത്ത് നടക്കുന്ന ഏത് തീരുമാനങ്ങളെയും രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും അവർക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കുകയും ആക്കുകയും ചെയ്യും. അത് രാഷ്ട്രീയത്തിന്റെ കഴിവാണ്. മഞ്ജുഷ എനിക്കെതിരെ ഒരു ആരോപണം പറഞ്ഞാൽ പോലും ഞാനത് അനുകൂലമാക്കി എടുക്കാൻ നോക്കും. അതാണല്ലോ രാഷ്ട്രീയം. അതിൽ നല്ലത് കണ്ടെത്തുകയും അത് ശരി കണ്ടെത്തുകയും അത് സമൂഹത്തിന് ഗുണകരമാണെങ്കിൽ അത് അങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയെന്ന തീരുമാനം തന്നെയാണല്ലോ മറ്റു പാർട്ടികളും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കോൺഗ്രസിന് മേൽ ഇത്ര സമ്മർദ്ദം വന്നത്. ഏത് രീതിയിൽ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താം എന്ന് പല കോണുകളിൽ നിന്ന് ചിന്തിച്ചതിന് ശേഷം അങ്ങനെ ഒരു നിലപാടെടുത്തു. ഇപ്പോൾ CPM പെട്ടെന്നൊരു നിലപാടെടുത്തത് CPM ഇങ്ങനെ ഒരു രാഷ്ട്രീയ സ്റ്റാൻഡ് എടുത്താൽ മതി, കാരണം കേരളത്തിൽ മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ട് നിങ്ങളുടെ പാർട്ടി നിങ്ങളുടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് ഉതകുന്നതാണോ എന്ന് നോക്കുന്നതിനൊപ്പം രാഷ്ട്രീയമായി നിങ്ങളുടെ അസ്തിത്വം കൂടി നോക്കി അങ്ങനെ ഒരു നിലപാടെടുത്തു. അപ്പോൾ എല്ലാവരും രാഷ്ട്രീയ കണ്ണിലൂടെ തന്നെയാണ് ഇതിനെ കാണുന്നത്. പറയാ ഇവിടെ എന്റെ പേരിന്റെ നേരെ RJD എന്നാണ് ഞങ്ങളുടെ പാർട്ടി. RJD ശരി, LJD എന്നുള്ളത് മാറ്റാം. ശരിയാണ് പലരും വിളിക്കുന്നു. അപ്പൊ ഞാനത് വീഡിയോ കണ്ടില്ലേ. ശരിയാണ്. ഇവിടെ ശ്രീ ശിവശങ്കർ അദ്ദേഹം ഈ ശങ്കരാചാര്യന്മാരുടെ ഇടയിലെ ഭൂരിപക്ഷം ഇതാന്നൊക്കെ പറയുന്നത്. അവരുടെ ഇടയിൽ ഭൂരിപക്ഷം അല്ല നോക്കേണ്ടത്, പറയുന്നത് എന്താണ്. പൂർത്തിയാവാത്ത ഒരു ക്ഷേത്രത്തിൽ, പൂർത്തിയാവാത്ത ഒരു കെട്ടിടത്തിൽ, ഒരു ക്ഷേത്രത്തിൽ രാമനെ അവിടെ വിഗ്രഹം അവിടെ വെക്കുന്നത്, അവിടെ അവരോധിക്കുന്നത് ഹിന്ദു ശാസ്ത്രപ്രകാരം തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനെയാണ് കൗണ്ടർ ചെയ്യേണ്ടത്. അല്ലാതെ ഇത്ര ഭൂരിപക്ഷം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഏറ്റവും കൂടുതൽ ഇക്കാര്യം വേദത്തങ്ങളെ കുറിച്ച് അവഗാഹമുള്ള ആളുകൾ ഒരു പക്ഷേ ഈ ശങ്കരാചാര്യന്മാരായിരിക്കാം. ഞാൻ ഒരു 3-4 മാസം മുമ്പ് ശൃംഗേരിയിൽ ഒരു ദിവസം മുഴുവൻ ചെലവഴിച്ചിരുന്നു.
ഞാൻ അവിടുത്തെ എല്ലാ വേദ പഠനവും അവിടുത്തെ ശങ്കരാചാര്യരെ അവിടുന്ന് വരുന്നതും എല്ലാം ഞാൻ കണ്ടു പഠിച്ചു. ഒരു ദിവസം ഞാൻ അവിടെ ചെലവഴിച്ചിരുന്നു. അത്രമാത്രം ഭക്തി നിർഭരമായ സാഹചര്യത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ അവിടെ പോയത് മറ്റൊന്നിനല്ലായിരുന്നു, അവിടെ ടിപ്പു സുൽത്താനും ശങ്കരാചാര്യരും തമ്മിലുള്ള കത്തുകളെ കുറിച്ച് പഠിക്കാനാണ്. അപ്പൊ അത് ഞാൻ കൂടെ പറയണം. ധാരാളം കത്തുകൾ ടിപ്പു സുൽത്താനും ഹൈദരലിയും ശങ്കരാചാര്യർക്കും തിരിച്ചും എഴുതിയതിലൊക്കെ തന്നെ ടിപ്പു സുൽത്താൻ ശങ്കരാചാര്യരോട് പറഞ്ഞത് ജപം വർദ്ധിപ്പിക്കണം, നാമജപം വർദ്ധിപ്പിക്കണം, ഹോമങ്ങൾ നടത്തണം, പ്രാർത്ഥിക്കണം, എന്റെ സുൽത്താനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ഗുരുവിന്റെ അനുഗ്രഹം എനിക്ക് എപ്പോഴും വേണം. ഗുരു യാത്ര പോകുന്ന സമയത്ത് ഇതാ ഞാൻ പടവും കുതിരയും ആളെയും കൊടുത്തു വിടുന്നു, ആനയെ കൊടുത്തു വിടുന്നു, കുതിരയെ കൊടുത്തു വിടുന്നു. അതേപോലെ തന്നെ അവിടെ മഠത്തിന് കേടുപാടുകൾ സംഭവിച്ചപ്പോൾ നന്നാക്കാൻ ആവശ്യമായ പൈസ കൊടുത്തു വിടുന്നു എന്ന് പറഞ്ഞ് വളരെ നല്ല ഊഷ്മളമായ ഒരു ബന്ധമായിരുന്നു ഇവർ തമ്മിലുള്ളതെന്ന് അവിടെയുള്ള ഏതാണ്ട് 34ഓളം കത്തുകളുണ്ട്. 34ഓളം കത്തുകൾ അവിടെ ഉണ്ട്, ഇപ്പോഴും അവിടെ പോയാൽ കാണാം. അപ്പൊ അത്ര കണ്ട് ഊഷ്മളമായ ഒരു ബന്ധമാണ് ഇവരൊക്കെ തമ്മിൽ. ഇതര മതസ്ഥരുമായിട്ടുള്ളതും അവർ യഥാർത്ഥ ഹൈന്ദവ സംസ്കാരം വെച്ച് പുലർത്തുന്ന ആളുകളാണ്. ഇതൊന്നും അവർ മറച്ചു വെക്കുന്നില്ല. ഈ ബന്ധം അവിടെ ടിപ്പു സുൽത്താനുമായിട്ടുള്ള ബന്ധം ശൃംഗേരി മഠത്തിന്റെ വെബ്സൈറ്റിലും അവിടെയുള്ള ബോർഡുകളിലൊക്കെ കൊടുത്തിരിക്കുന്നു. അപ്പൊ അവർക്ക് ഈ മുസ്ലിം ബന്ധങ്ങൾ മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾ ഇതാ BJPയുടെ പുതിയ ഹിന്ദു നയങ്ങളിലേക്ക് മാറി എന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല. അവർ ആ പഴയ കൾച്ചർ ഇപ്പോഴും തുടരുന്ന ആളുകളാണ്. അപ്പൊ ഇവിടെ ശിവശങ്കർ ഉത്തരം പറയേണ്ടത് ഭൂരിപക്ഷം ശങ്കരാചാര്യന്മാര് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല, പറഞ്ഞത് എന്താണ്. ശങ്കരാചാര്യന്മാർ ഉന്നയിച്ചിരിക്കുന്നത് പൂർത്തിയാവാത്ത ക്ഷേത്രത്തിൽ രാമനെ അവിടെ അവരോധിക്കാൻ പാടില്ല, വിഗ്രഹം അവിടെ വെക്കാൻ പാടില്ല. അത് പൂർത്തിയായി എല്ലാ പണിയും തീർന്നതിന് ശേഷം മാത്രമേ ചെയ്യാൻ. ഇവിടെ 2024 തെരഞ്ഞെടുപ്പുള്ളത് കൊണ്ട് BJPക്കും മോദിക്കും 10 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹിന്ദു ശാസ്ത്രത്തെ പിച്ചിച്ചീന്തിക്കൊണ്ട് അവഗണിച്ചുകൊണ്ട് ശങ്കരാചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്ന ഹിന്ദു വിധികളെ മറികടന്നുകൊണ്ടാണ് ഇവിടെ മോദി 10 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ഹിന്ദു മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ മറികടന്നുകൊണ്ട് അവിടെ ഇതാ പൂജകളും മറ്റും ചെയ്യാൻ പോകുന്നു. അത് തെറ്റാണെന്നാ പറഞ്ഞത്. അതിന് എത്ര പേരുടെ പിന്തുണ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഒന്നുകിൽ ശങ്കരാചാര്യർ ഒരാളാണെങ്കിലും പറഞ്ഞത് ശരിയെന്ന് താങ്കൾ പറയാം. അതല്ല ശങ്കരാചാര്യരിൽ ഒരാൾ പുതിയ ശങ്കരാചാര്യർ പറഞ്ഞത് തെറ്റാണ്, അങ്ങനെ പറയൂ. ഏതെങ്കിലും ഒരു നിലപാട് പറയണ്ടേ? ഈ ഒരു നിലപാടില്ലാതെ നിങ്ങൾ ഭൂരിപക്ഷം അല്ല നോക്കേണ്ടത്. അത് ശിവശങ്കർ പറഞ്ഞത് ഈ പറഞ്ഞ ഒരു ശങ്കരാചാര്യർ അദ്ദേഹം ആന്റി മോഡി നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണെന്നാണ്. മഞ്ജുഷ് മതകാര്യങ്ങളിൽ മതത്തിന്റെ പ്രമാണങ്ങളിൽ ഭൂരിപക്ഷമല്ല, അവിടെ അടിസ്ഥാന വേദങ്ങളും അതേപോലെയുള്ള പുസ്തകങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ വേദങ്ങളിലും അടിസ്ഥാന തത്വങ്ങളിലും അതേപോലെ മറ്റു കാര്യങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ വെച്ചാൽ അവിടെ ചർച്ച. അല്ലാതെ മോദി അനുകൂലിക്കുന്ന 3 ആളും എതിരെ ഒരാൾ മതി. അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന പുരി ശങ്കരാചാര്യ വിമർശകനും അല്ലാതെ ഒക്കെ പോട്ടെ, അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിനാ BJP ഉത്തരം പറയേണ്ടത്. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് വിചാരിച്ചിട്ട് ഈ പ്രമാണങ്ങളെ ലംഘിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. അതിന് നിങ്ങൾ മറുപടി അറിയാൻ പറ്റുമോ? ശരി, ശിവശങ്കർ അതിനുള്ള മറുപടി ശാസ്ത്രവിധികൾ ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതിന് മറുപടി. ഒന്ന് ആലോചിച്ച് നോക്കൂ. 1948 ശ്രീ KK നായർ അവിടെ രാമവിഗ്രഹം വയ്ക്കുമ്പോൾ അവിടെ ക്ഷേത്രമില്ല. പൊളിഞ്ഞു കിടന്ന ക്ഷേത്രത്തിൽ പോലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പഴയ ഒരു കെട്ടിടത്തിൽ പോലും ഇരുന്ന് ശ്രീരാമനെ അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ഒരു ജനസമൂഹമാണ് ഇന്ത്യയിലുള്ളത്. അതല്ലാണ്ട് അത് പൂർത്തീകരിച്ചോ എന്നുള്ളതല്ല. ഇന്നത് പൂർത്തീകരിച്ചപ്പോൾ അതിൽ ചില തെറ്റ് കാണാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ക്ഷേത്രം എന്നുള്ള സങ്കല്പമില്ലാതെ തന്നെ എത്രയോ വിഗ്രഹങ്ങൾ ഇപ്പോൾ ഓച്ചിറയിലൊക്കെ പരബ്രഹ്മമൂർത്തി, അതിന് ഓടുമില്ല ഒന്നുമില്ല, അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളുണ്ട്, മഹാക്ഷേത്രങ്ങളുണ്ട്. ഒരു കല്ല് വെച്ച് അതിനെ നിരന്തരം ആരാധിക്കുന്ന, അതിൻ്റെ മുൻപിൽ ഒരു ക്ഷേത്രത്തിൻ്റെ പോയിട്ട് ഒരു പന്തൽ പോലും ഇല്ലാത്ത എത്രയോ ആരാധനാലയങ്ങളുണ്ട്. ഇതെല്ലാം ഹൈന്ദവ വിശ്വാസിക്ക് ഒരു ഏറ്റവും പ്രധാനമാണ്. അവനെ സംബന്ധിച്ചോളം ശ്രീരാമൻ അതിൻ്റെ ജന്മഭൂമിയായ അയോധ്യ എന്നുള്ളതാണ് പ്രശ്നം. ആ ക്ഷേത്രം അവിടെ എങ്ങനെ വരണമെന്ന് നിശ്ചയിക്കുവാനായിട്ട് സുപ്രീം കോടതി നിശ്ചയിച്ച ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റ് നിശ്ചയിച്ച പ്രകാരമാണ് നടക്കുന്നത്. അതിൽ എത്ര കല്ല് വെച്ചു അല്ലെങ്കിൽ വാതിലുകളുണ്ടോ, ഇന്ന് നമുക്കറിയാം ഉത്തരേന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും അവിടെ കൃത്യമായി കാണിക്കുന്നുണ്ട്. ഏതാണ്ട് പൂർണ്ണമായി തന്നെ രീതിയിലുള്ള ഒരു ക്ഷേത്രം. പിന്നെ ഒരു വീട് ഇപ്പം 22-ാം തീയതി അല്ലേ, അത് പൂർണ്ണമാവുകയായിരിക്കാം. അത് ട്രസ്റ്റിയാണ് നിശ്ചയിക്കേണ്ടത്. അത്തരത്തിലുള്ള ചെറിയ തെറ്റുകൾ
തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ വിപുലീകരിച്ച് കാണിക്കുകയും അത്തരത്തിൽ ഒരു മതത്തെയോ അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തെയോ ഒരു വിശ്വാസത്തെയോ തകർക്കുവാനും എതിർക്കുവാനുമല്ല ശ്രമിക്കേണ്ടത്. ഇത് തന്നെയാണ് കോൺഗ്രസും അല്ലെങ്കിൽ ജനതാദളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെൻട്രൽ ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ നിരന്തരം ചെയ്തിരുന്നത്. ഈ ചരിത്രാതീത കാലം മുതൽ ഇത് ആര്യ ദ്രാവിഡവാദമായി ഇവർ ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചു. അതിനുശേഷം ഹിന്ദു മുസ്ലിം വർഗീയതയായി തകർക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ഇതാ തെക്കും വടക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ ലെഫ്റ്റ് ഇന്ന് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇത് ഇവിടെ കേരളത്തെയും തമിഴ്നാടിനെയും അടക്കമുള്ള സംസ്ഥാനങ്ങളെ മാറ്റിക്കൊണ്ട് കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അത്തരത്തിൽ നിരന്തരമായി ആര്യദ്രാവിഡവാദമായാലും അതിനുശേഷമുള്ള ഹിന്ദു മുസ്ലിം വർഗീയതയായാലും പിന്നെ ബ്രാഹ്മണന്മാരും അതുപോലെ തന്നെ ദളിതരുമെന്ന് വിഭജിക്കാൻ ശ്രമിച്ചു. ഇന്നിതാ സൗത്തും നോർത്തും എന്ന് വിഭജിക്കാൻ ശ്രമിക്കുന്നു. ഇതിന്റെ കൂടെയാണ് ഇത്തരത്തിലുള്ള തകർക്കുന്ന ജനങ്ങളെ വിഭജിക്കുന്ന രീതിയിലുള്ള ഇത്തരം ഓരോരോ പ്രബന്ധങ്ങളുമായും ഇത്തരത്തിലുള്ള ആചാര്യന്മാരുടെ സ്തുതികളുമായി ഇവർ വരുന്നത്. ഈ ലോകത്തെ ഈ സമൂഹത്തെ നിയന്ത്രിച്ചിരുന്നത് ഒരാചാര്യം മാത്രമല്ല, ബഹുഭൂരിപക്ഷം വരുന്ന ആചാര്യന്മാർ ഇന്ന് രാമക്ഷേത്രത്തിന് അനുകൂലമാണ്. ഒന്നോ രണ്ടോ പേരൊക്കെ എതിര് പറഞ്ഞിട്ടുണ്ടാവാം. അത് ഹിന്ദു സമൂഹത്തിന്റെ ഭാഗമാണ്. ചാർവാകന്മാരും ഹിന്ദു സമൂഹത്തിന്റെ ഭാഗമായിരുന്നു. ഈ രാമനെ എതിർത്തിരുന്ന അല്ലെങ്കിൽ രാമനെ പുച്ഛിച്ചു തള്ളിയിരുന്ന ചാർവാകന്റെ ആളുകളെ പോലും സ്വന്തം മന്ത്രിസഭയിൽ വെച്ച ചരിത്രമാണ് ശ്രീരാമനുള്ളത്. അതുകൊണ്ട് പുരി ശങ്കരാചാര്യരുടെ അഭിപ്രായവും ഞങ്ങൾ സ്വീകരിക്കും. ചില തെറ്റുകളുണ്ടെങ്കിൽ തുറന്നു പറയുകയും ചെയ്യും. ഇവരെല്ലാം ഐക്യപ്പെട്ടുകൊണ്ട് സമൂഹത്തിന് ഗുണകരമായ ഒരു വലിയ ക്ഷേത്രം വരുന്നു. അതിനെ തകർക്കുവാനായിട്ടാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ പ്രവർത്തകരും ഈ പുരി ശങ്കരാചാര്യരുടെ ഉപദേശത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തെ ഉയർത്തി കാണിക്കുന്നത്. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന മറ്റ് സമുദായ നേതാക്കളുടെ, രാഷ്ട്രീയ നേതാക്കളുടെ, മത നേതാക്കളുടെ ഒന്നും അഭിപ്രായം കാണാതെ തങ്ങൾക്ക് ആവശ്യമുള്ള ഒരു അഭിപ്രായം മാത്രം ഉയർത്തി കാണിക്കുന്നു. യഥാർത്ഥത്തിൽ ശ്രീരാമൻ എത്രയോ വർഷങ്ങളായി അവിടെ ഉണ്ട്. അത് തകർന്ന ക്ഷേത്രമായാലും ഇല്ലാത്ത ക്ഷേത്രമായാലും ശ്രീരാമൻ അവിടെ ഉണ്ട്, അയോധ്യയിലുണ്ട് എന്ന വിശ്വാസമാണ് ഈ ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളെ അയോധ്യയിലേക്ക് എത്തിക്കുന്നത്. ആ ക്ഷേത്രം പൂർത്തിയാകുമ്പോൾ ഒരു സംശയവുമില്ല, ലോകത്തിന്റെ തന്നെ ഏറ്റവും മഹത്തായ ഒരു ആരാധനാലയമായി മാറും. ആ പ്രദേശം ലോകത്തിന് ഒരു സംശയമില്ല. ഇദ്ദേഹം ബോധ്യപ്പെടുത്തേണ്ടത് ഒന്ന് ശങ്കരാചാര്യന്മാരെയാണ് BJP ബോധ്യപ്പെടുത്തേണ്ടത്. ശങ്കരാചാര്യന്മാരെ ബോധ്യപ്പെടുത്താൻ ഇവിടെ ഇരുന്നിട്ട് ശ്രീ ശിവശങ്കർ പറയുന്നതുകൊണ്ടായില്ല. അവരാണ് ശാസ്ത്രപ്രകാരമല്ല എന്ന് അവർ വെറുതെ പറയില്ലല്ലോ. അവരിതൊന്നും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ വന്ന് എഴുന്നേറ്റ് വന്ന് പറയുന്ന ആളുകളല്ല. അവർ വലിയ പാണ്ഡിത്യവും ഇതേക്കുറിച്ച് വലിയ അവഗാഹമുള്ള ആളുകളാണ്. അവരിതൊക്കെ പഠിച്ചിട്ട് തന്നെ പറയും. തന്നെയല്ല BJP ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പല സ്ഥലത്തും ഓട് പോലും ഇല്ലാത്ത ക്ഷേത്രങ്ങളെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. BJP ചെയ്ത ഒരു കാര്യം കൂടി എനിക്ക് പറയണം. ഇവിടെ വാരാണസിയില് അവിടെ ഗംഗാ നദിയുമായി ബന്ധിപ്പിക്കുന്ന വാരാണസിയിലെ ക്ഷേത്രം ബന്ധിപ്പിക്കുന്ന ഒരു ബൈപ്പാസ് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഇതിലെ ഫ്രണ്ട് ലൈൻ ചെയ്തതിന് മുമ്പ് ഒരു വലിയ ഇത് വന്നു. ഒരു എഡിഷൻ തന്നെ അതിനെ കുറിച്ചായിരുന്നു. അവിടെയുള്ള എല്ലാ സ്ഥലത്തുമുള്ള ശിവലിംഗങ്ങൾ, എല്ലാ വീടുകളിലുള്ള ആ ഭാഗത്ത് ധാരാളം ശിവലിംഗങ്ങൾ, ഇതൊക്കെ അവിടെ നിന്ന് പറിച്ചെടുത്ത് ഒരു മുറിയിലിട്ട് പൂട്ടി വെച്ചിരിക്കുക എന്നാ പറയുന്നത്. അവിടെയുള്ള പല ആളുകളും പരാതി പറയുന്നു, ഞങ്ങളുടെ വീട്ടിലുള്ള ശിവലിംഗം ഇതൊക്കെ എടുത്ത്. ഇപ്പൊ BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അത്രയേ ഉള്ളൂ. അവർ അടിസ്ഥാന വിശ്വാസികളല്ല. അവർ മതത്തെ വിറ്റ് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവർ ഹിന്ദു മതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, തെരഞ്ഞെടുപ്പിൽ ജയിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ്. അവർ യഥാർത്ഥ ഹിന്ദുക്കളാണെങ്കിൽ ഇന്ത്യയിലെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിക്കൊണ്ട് ഇന്ത്യയിൽ VP സിംഗിനെ പോലെയുള്ള ഗവൺമെന്റ് മുന്നോട്ട് വന്നപ്പോൾ അതിനെ പിന്തുണയ്ക്കുമായിരുന്നു. അവർ അന്നും ഇന്നും എതിർക്കുന്ന ആളുകളാണ്. അവർ ഈ രാജ്യത്തെ സവർണ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന ആളുകളാണ്. ഇപ്പോഴും അവർ പിന്നോക്കക്കാർക്ക് സംവരണം കൊടുക്കണം, സാമ്പത്തിക പിന്നോക്കാവസ്ഥയുള്ളവർക്ക് സംവരണം കൊടുക്കണമെന്ന അവരുടെ വാദം. ഈ രാജ്യത്തെ ഭരണഘടന പറയുന്നത് വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നവർക്ക് സംവരണം കൊടുക്കണമെന്നാണ്. ആ വിഭാഗത്തിൽപ്പെട്ട ദളിതർക്ക് സംവരണം കൊടുത്തുകൊണ്ട് അവർക്ക് വീണ്ടും സെൻസസ് നടത്തിക്കൊണ്ട്, ഇവിടെ 931 സെൻസസ് പ്രകാരം സംവരണം കൊടുക്കുന്നത് അത് തെറ്റാണെന്നും ഇന്ത്യയിൽ പിന്നോക്കക്കാർ 65% ഉണ്ടെന്ന് ബീഹാറിലെ നിതീഷ് കുമാറിന്റെയും RJDയുടെയും സഖ്യ സർക്കാർ കണക്കെടുത്തപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. രാജ്യം മുഴുവൻ സംവരണം മാറ്റണം.
പിന്നോക്ക ദളിതർക്കുള്ള ശരി ശരി ഞാൻ ഇടപെടുകയാണ് ശ്രീ സലീം മടവൂർ. അവസാനമായി താങ്കൾ ഈ ചോദ്യത്തിനുള്ള മറുപടി കൂടി തരൂ. കേരളത്തിൽ NSS ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. NSS സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ ഓരോ ഈശ്വരവിശ്വാസിയും പങ്കെടുക്കണം എന്നുള്ളതാണ്. കഴിയുമെങ്കിൽ അതിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ സംഘടനകളോ ഇതിന് വിരുദ്ധമായി ബഹിഷ്കരണം നടത്തുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. അത് അവരവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആണ്. അത് NSS അതിനോട് യോജിക്കുന്നില്ല എന്നും പറയുകയുണ്ടായി. അതിനോട് എങ്ങനെയാണ് താങ്കളുടെ നിലപാട്, താങ്കളുടെ പാർട്ടിയുടെ നിലപാട്? ഞാൻ പഠിച്ചിടത്തോളം എനിക്ക് വലിയ ഹിന്ദു മതത്തെ കുറിച്ച് പഠനവും അറിവും എനിക്ക് പരിമിതമാണ്. പക്ഷെ ഞാൻ പഠിച്ചിടത്തോളം രാമന്റെ ആ ഒരു എന്താ പറയുക ശക്തി BJP പ്രതിഷ്ഠിക്കുന്ന സ്ഥലത്ത് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഈ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കുന്ന സ്ഥലത്ത് രാമന്റെ ശക്തി എത്തുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. രാമന്റെ ശക്തി ഇന്ത്യയിലെ യഥാർത്ഥ ഹിന്ദുക്കള്, യഥാർത്ഥ മതവിശ്വാസികള്, ശങ്കരാചാര്യന്മാര് അവരൊക്കെ തന്നെ വെക്കുന്ന വിഗ്രഹങ്ങളുള്ള ക്ഷേത്രങ്ങളിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിലെ രാമന്റെ ശക്തി എത്തുമെന്ന് ഇത് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും. ഇവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ രാമനെ പോലെയുള്ള ഇന്ത്യയിലെ എല്ലാ കാലത്തും ഇന്ത്യയിൽ നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി ഇന്ത്യയിലെ ഹിന്ദു മത വിശ്വാസികൾ വിശ്വസിച്ച് വരുന്ന സഹനതയുടെയും സ്നേഹത്തിന്റെയും രൂപമായ ശ്രീരാമനെ മതത്തിന്റെ പേര് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ എന്താ പറയാ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളെ ഒരിക്കലും ദൈവം അംഗീകരിക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് ഞാൻ കരുതുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതേക്കുറിച്ച് കൂടുതൽ വിവാദത്തിലേക്ക് ഞാൻ ശിവശങ്കർ, അവസാനമായി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന സലീം മടവൂരിന്റെ നിലപാട്, അതിനോടുള്ള മറുപടിയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. രാമായണത്തിലെ രാമൻ വരെ BJPയെ സപ്പോർട്ട് ചെയ്തു ഇതുവരെ പറഞ്ഞിരുന്ന സലീം മടവൂരാണ് ഇപ്പോൾ ഞങ്ങൾ സ്ഥാപിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ വിഗ്രഹത്തിന് ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഒരു കാൽപ്പനികതയാണ്, ഇവരുടെ ഒരു ആഗ്രഹങ്ങളാണ്. നിർഭാഗ്യവശാൽ അവർക്ക് ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള രാമക്ഷേത്രത്തിന് എതിരായിട്ട് നിൽക്കാൻ RJDക്ക് പറ്റുള്ളൂ. അത് ബീഹാറിൽ എത്രത്തോളം ഗുണമുണ്ടാക്കും നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ കാണാം. തിരഞ്ഞെടുപ്പല്ല, ഞാൻ പറഞ്ഞല്ലോ 1984 മുതൽ BJPയുടെ അഭിപ്രായം ഇതാണ്. വർഷങ്ങളായി BJPയുടെ അഭിപ്രായം ഇതാണ്. അത് അന്നൊന്നും ഞങ്ങളെ തിരഞ്ഞെടുപ്പിൽ രാമനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹൈന്ദവ വിശ്വാസം സഹായിക്കുന്ന വെച്ചിട്ടല്ല. പക്ഷേ ഇത് ദേശീയതയുടെ പ്രശ്നമാണ്. ഇത് രാമൻ എന്നുള്ളത് ദേശീയ വിഗ്രഹമാണ്. ആ കാര്യത്തിൽ പോലും ഇവർക്ക് അഭിപ്രായം എന്താണുള്ളത്? രാമജന്മഭൂമി വിടൂ, രാമക്ഷേത്രം വിടൂ. ഇപ്പോൾ മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞ ഈ രാമരാജ്യം എന്നുള്ള സങ്കല്പത്തെക്കുറിച്ച് ഇവർക്ക് എന്തായിരുന്നു ആ കാലഘട്ടത്തിലെ അഭിപ്രായം? അതിനെ ഇവർ അംഗീകരിക്കുന്നോ? ഈ രാമന്റെ ഒരു ന്യായവാദത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ രാമജന്മഭൂമി മാത്രമല്ല ശ്രീരാമനെ കുറിച്ചിട്ടുള്ള സകല കാര്യങ്ങളിലും. എന്നാൽ ഇവരെ എവിടെയാണ് രാമക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്? ഇവരെവിടെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷ്ഠ നിർമ്മിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഇവർക്ക് ഇത്തരത്തിൽ രാമക്ഷേത്രത്തെ അല്ല എതിർക്കുന്നത്, ശ്രീരാമന്റെ പേരിലുള്ള ഒരു വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ആ ദേശീയതയുടെ ഭാഗങ്ങളെ മുഴുവൻ എതിർക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവർ നിരന്തരമായി ഒരു സമുദായത്തെയും ഒരു ഭൂമിയെയും തകർക്കുവാനുള്ള എതിർക്കുവാനുള്ള മുസ്ലിം വിഭാഗമായാലും ഇത്തരത്തിലുള്ള തകർക്കുവാനുള്ള ശ്രമമാണ് RJD ചെയ്തിരുന്നത്. ഒരുമിപ്പിക്കുവാനുള്ള ശ്രമമല്ല ഒരിക്കലും RJDയുടെയോ മടവൂരിന്റെ ഭാഷയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഏകതയാണ് വിശ്വസിക്കേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കും. കൂടി ഞാനൊരു 3 വർഷം മുമ്പ് ഈ തകർക്കപ്പെട്ട അവിടെ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് പോയി. അപ്പൊ അവിടെ ഞാനത് മുഴുവനും ഉള്ളിൽ കയറി ചുറ്റി കണ്ടു. അപ്പൊ ആളുകൾ സംസാരിക്കുക, സത്യമാ പറയുന്നത്, ഒരു കുട്ടിയൊരു രാഷ്ട്രീയത്തിന് വേണ്ടി പറയുന്നല്ല. ആളുകൾ പറയുകയാണ് ഇത് കേവലം രാഷ്ട്രീയ നിങ്ങൾ സത്യം ശിവലിംഗങ്ങൾ മുഴുവൻ അവിടെ കൂട്ടിയിട്ടു എന്നുള്ള സത്യം ഞാൻ വിശ്വസിക്കണമല്ലോ. എന്റെ ശിവലിംഗങ്ങൾ കൂട്ടിയിട്ടൊന്ന് ഫ്രണ്ട് ലൈനിൽ എവിടെ വാർത്ത വന്നു? അങ്ങനെ വാർത്ത വന്ന മറ്റുള്ള പത്രം ഇവിടെ ദേശാഭിമാനിയൊക്കെ വെറുതെ ഇരിക്കുമോ? അല്ല, അങ്ങനെ ഫ്രണ്ട് ലൈൻ വന്ന ഇവിടെ ബാക്കിയുള്ളത് വിശ്വസിക്കുമോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് രാഹുൽ ഗാന്ധി അത് പ്രസ്താവന ഇറക്കില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? UP അത് പ്രസ്താവന ഇറക്കില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ ഇത്തരത്തിൽ ഏതെങ്കിലും പത്രത്തിൽ വന്ന തെറ്റായ വാർത്തകളൊക്കെ എടുത്ത് കോട്ട് ചെയ്യരുത്. ഇവിടെ പലരും അങ്ങനെ കോട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. കേരളത്തിൽ അതിനേക്കാൾ വലിയ വാർത്തയാണ്. വേറെ എന്തെങ്കിലും ഫോട്ടോ ആയിരിക്കും, അതൊന്നും ഒരിക്കലും ആയിരിക്കില്ല. ഞാനിപ്പോ തന്നെ തെളിവില്ലാത്തൊന്നും പറയില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെ ആളുകൾ അവിടെ സംസാരിക്കുന്നത് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു. അപ്പൊ അത് പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ്. ഹിന്ദുവിലൊക്കെ വരുന്ന വാർത്തയൊക്കെ നമുക്കറിയാലോ. നന്ദി ശ്രീ PR ശിവശങ്കർ, നന്ദി ശ്രീ സലീം മടവൂർ, ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീ സേനാപതി വേണു,
പയൻ ഡിബേറ്റിൽ പങ്കെടുത്തത്. ഇന്നത്തെ പയൻ ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: അയോധ്യ പ്രതിഷ്ഠയ്ക്ക് പോകില്ലെന്ന കോൺഗ്രസിന്റെ നിലപാട് ശരിയാണോ? ശരിയാണെന്ന് 43% പ്രേക്ഷകർ, തെറ്റാണെന്ന് 54%, നിഷ്പക്ഷം 3%. പയൻ ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഗവർണറും സർക്കാരും തമ്മിലുള്ള ആ ഒരു